എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ദീപു, ഹെൽത്ത് സർവീസിൽ വർക്ക് ചെയ്യുന്നു. ആദ്യമായിട്ട് എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്ത ഇതിന്റെ സംഘാടകരോട് നന്ദി പറയുന്നു. പിന്നെ അല്പം താമസിച്ചെങ്കിലും ക്ഷമയോടുകൂടി ഇരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമേ തന്നെ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. ഞാൻ ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്ന വിഷയത്തിന്റെ തലക്കെട്ടിനൊരു കൗതുകമൊക്കെ ഉണ്ടാകാൻ വേണ്ടി ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് വഴിയെ പറയാം. അപ്പൊ നമ്മളെല്ലാവരും ഡോക്ടർ ഗൂഗിൾ എന്ന് പറയുമ്പോൾ ഗൂഗിള് പരിചയമില്ലാത്ത ആരുമില്ല. നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം പരിചയമുള്ള, ലോകമെമ്പാടും തന്നെ വളരെ പ്രശസ്തനായ ഒരു ഡോക്ടറാണ് ഡോക്ടർ ഗൂഗിൾ എന്ന് വേണേൽ പറയാം. നമ്മളെല്ലാവരും എപ്പോഴെങ്കിലും ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ഡോക്ടറുടെ സഹായം തേടിയിട്ടുണ്ട്. രോഗനിർണയത്തിനായിട്ട്, രോഗചികിത്സയ്ക്കായിട്ട് മറ്റു ഡോക്ടർമാരെ പോയി കണ്ടു കഴിഞ്ഞതിന് ശേഷം അവരുടെ ചികിത്സ ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് രോഗചികിത്സയുടെ വിവിധ ഘട്ടങ്ങളിൽ ഇങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും ഈ ഡോക്ടറുടെ സഹായം തേടാറുണ്ട്. തേടിയിട്ടില്ലാത്ത ആരും തന്നെ കാണില്ല എന്ന് വേണേൽ പറയാം. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകമെമ്പാടും തന്നെ അത്രയ്ക്കും പ്രശസ്തനാണ് അദ്ദേഹം. നമ്മൾ ഈ സിനിമയിലൊക്കെ പറയുന്ന ഒരു വ്യക്തിയല്ല, അദ്ദേഹം ഒരു പ്രസ്ഥാനമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇദ്ദേഹത്തിന്റെ കഴിവുകൾ പറഞ്ഞിരിക്കുമ്പോൾ നമ്മളെ സിനിമയില് മണിച്ചിത്രത്താഴില് ഡോക്ടർ സണ്ണിയെ പുകഴ്ത്താൻ വേണ്ടി തിലകന്റെ കഥാപാത്രം പറയുന്ന പോലെ ഇത് 1000 നാവുള്ള അനന്തനാണെന്നും 10 തലയുള്ള രാവണനാണെന്നൊക്കെ പറഞ്ഞാൽ ചെറുതാവില്ല. അതിനേക്കാളും കേമനാണ്, സണ്ണിക്കുട്ടനേക്കാൾ കേമനാണ് ഗൂഗിൾ എന്ന് പറയാം. കാരണം ഇദ്ദേഹത്തിന്റെ കയ്യിലില്ലാത്ത പ്രബന്ധങ്ങളില്ല. ഡോക്ടർ സണ്ണി 10 പ്രബന്ധമാണ് അവതരിപ്പിച്ചെങ്കിൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇന്ന് ലോകത്ത് ഉള്ള അറിവുകളുടെ ഒരു ഭണ്ഡാരമാണ് ഗൂഗിൾ. ഭഗവത്ഗീതയെക്കുറിച്ചൊക്കെ പണ്ടുതൊട്ട് നമ്മൾ പറഞ്ഞു പോരുന്ന സാധനമാണ് ഇതിലുള്ളത് എല്ലായിടത്തും ഉണ്ട്, എന്നാൽ ഇതിലില്ലാത്ത എവിടെയില്ല എന്ന് പറയുന്ന പോലെയാണ് ഇന്ന് ഇന്റർനെറ്റ്. ഇപ്പൊ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഈ വിവരസാങ്കേതിക വിദ്യയുടെ ഈ വിപ്ലവാത്മകമായ മാറ്റം, അല്ലെങ്കിൽ ആ സംവിധാനം ഏറ്റവും കൂടുതൽ ഇന്ന് ആൾക്കാർ അതിൽ നിന്ന് വിവരങ്ങൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ തേടിയെടുക്കുന്നത്, പരതിയെടുക്കുന്നതിൽ ഏറ്റവും അധികം ഉപാധി ആയി മാറുന്നത് ഗൂഗിളാണ്. ഗൂഗിൾ എന്ന് വെച്ചാൽ ഒരു സെർച്ച് എഞ്ചിൻ ആണെങ്കിൽ പോലും സെർച്ച് എഞ്ചിനെ നമുക്ക് സിനോണിമസ് ആയി മാറി. അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഗൂഗിളാണ് ഓർമ്മയിൽ വരിക. ഇവിടെ തന്നെ നിങ്ങളോട് ചോദിച്ചാൽ ഭൂരിഭാഗം പേരും ഗൂഗിൾ ആയിരിക്കും ആശ്രയിക്കുന്നത്, അല്ലെ? അല്ലാത്ത സെർച്ച് എഞ്ചിൻ നോക്കുന്ന ആൾക്കാരുണ്ടോ? ഉണ്ടായിരിക്കാം. പക്ഷേ ഏറ്റവും പ്രചാരമുള്ളതും ഒരുപക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ പേര് ആശ്രയിക്കുന്നതും ഗൂഗിളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ഇന്റർനെറ്റ് പരതുക എന്നുള്ളതിന് പകരമായി ഗൂഗിൾ സെർച്ച് ചെയ്യുക എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പിന്നെ ഈ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു ഉപാധിയിലൂടെ നമ്മൾ വിവരങ്ങൾ തേടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. നമ്മൾ പഴയകാലത്ത് ഇതെല്ലാം ചെയ്യുമായിരുന്നു. പണ്ട് കാലത്തുമായിട്ടുള്ള ഒരു ചെറിയ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ, പണ്ട് നമ്മൾ ഒരു ആധികാരികമായ വിവരം എവിടെന്നെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും അടുത്തുള്ള ലൈബ്രറിയിൽ പോയി പുസ്തകം തേടി പിടിച്ച് നമ്മൾക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്ന് വിവരം അതിനുള്ളിൽ പരതി, വളരെ ശ്രമകരമായ ഏർപ്പാടും സമയം കൺസ്യൂം ചെയ്യുന്നതും, അതോടൊപ്പം വളരെ ബുദ്ധിമുട്ടി നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പം കൃത്യമായ വിവരം നമ്മുടെ മുന്നിൽ എത്തണമെന്നില്ല. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ അടങ്ങുന്ന ഒരു ലൈബ്രറിയായി ഇന്റർനെറ്റ് മാറി. അപ്പൊ ഇന്റർനെറ്റ് പഴയ കാലം നമ്മൾ നോക്കിയാൽ, ഞാനൊക്കെ 1995-6 കാലഘട്ടത്തിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. ഇന്റർനെറ്റ് അല്ല, കമ്പ്യൂട്ടർ. അതിനുശേഷം ഇന്റർനെറ്റ് വരുന്നു. ഇന്റർനെറ്റ് അന്നത്തെ കാലത്ത് ഈ KBPS-ലുള്ള കണക്ഷൻസ് ഒക്കെ ഇന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ ഒരു കൗതുകരമായ കാര്യമാണ്. അന്ന് ഒരു വെബ് പേജ് ഒക്കെ തുറക്കാൻ നമ്മളിങ്ങനെ അടിച്ചിട്ട് പിന്നെ പോയി കാപ്പി പിടിച്ചിട്ട് വന്നാൽ മതി. ആ രീതിയിലാണ് അതില് വിവരങ്ങൾ തെളിഞ്ഞു വരുന്നത്. അപ്പൊ അന്ന് ഈ വേഗതയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. നമുക്ക് ഈ വേൾഡ് വൈഡ് വെബിലുള്ള വിവരങ്ങൾ വളരെ പരിമിതമായിരുന്നു. പ്രാദേശികമായ വിവരങ്ങളൊന്നും നമുക്ക് കിട്ടാനേ ഇല്ലായിരുന്നു. മലയാളത്തിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. പക്ഷെ അന്ന് ഈ പറഞ്ഞ പോലുള്ള സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്ന ഒരു സാധനം തന്നെ വികസിച്ച് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് 1996-ലൊക്കെയാണ് ഗൂഗിളിന്റെ തുടക്കം വരുന്നത്. അപ്പൊ അതിനു മുമ്പുണ്ടായിരുന്ന കുറെ സർവീസസ് ഉണ്ടായിരുന്നു. ഈ അൾട്ടാവിസ്റ്റ, ask.com അല്ലെങ്കിൽ യാഹു പോലുള്ള സംഗതികൾ. അന്നത്തെ കാലത്ത് ഇന്റർനെറ്റ് പരതൽ ശ്രമിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഓർത്തെടുത്തു കഴിഞ്ഞാൽ വളരെ കൗതുകരമായിരിക്കും. അന്ന് നമ്മളൊരു സാധനം സെർച്ച് ചെയ്ത് ഇപ്പം ചുക്കെന്നടിച്ചാൽ വരാൻ പോകുന്ന ചാക്കും ഒക്കെ വരും. ഇതിനകത്തുനിന്ന് നമ്മൾ തപ്പിപ്പിടിച്ച് വേണം ബാക്കിയുള്ള സാധനങ്ങൾ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പരത്തിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്.
ഇനി അഥവാ പരതിയാൽ തന്നെ ഒരു 10-15 പേജ് മുമ്പോട്ട് പോയാൽ തന്നെ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് കിട്ടണം എന്നില്ല. പക്ഷെ ഇന്നിപ്പോ ഇതെല്ലാം ഞൊടിയിടയിൽ നമുക്ക് കിട്ടുന്ന രീതിയിലായി കാര്യങ്ങൾ. അതുപോലെ തന്നെ അതിവേഗതയിലുള്ള ഇന്റർനെറ്റ് കണക്ഷൻസ് വന്നു, നമുക്ക് പുതിയ ഡിവൈസസ് വന്നു, കയ്യിൽ തന്നെ കൊണ്ടു നടക്കാവുന്ന ഡിവൈസസ് വന്നപ്പോൾ എവിടെ ഇരുന്ന് വേണമെങ്കിലും ഒരു ഇന്റർനെറ്റും ഒരു ചെറിയ സ്മാർട്ട് ഫോണും ഉണ്ടെങ്കിൽ നമുക്ക് വിവരങ്ങൾ തപ്പിയെടുക്കാന്നുള്ള സ്ഥിതി വന്നു. റിമോട്ട് ആയിട്ടുള്ള ഏരിയയിൽ ഈ പറഞ്ഞ സംവിധാനം ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് വേണമെങ്കിൽ നമുക്ക് ഈ വിവരങ്ങൾ തേടാനുള്ള സംഗതി വന്നു. ഫലങ്ങളിലേക്ക് കൂടുതൽ കൃത്യതയും കൂടുതൽ അളവിൽ കാര്യങ്ങൾ കിട്ടാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഒരു കുത്തൊഴുക്ക്, ഒരു പ്രളയം തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഇന്റർനെറ്റിൽ. പക്ഷെ ഇത് വേർതിരിച്ചെടുക്കുന്ന പണ്ട് വലിയ പണ്ട് ഒത്തിരി സാധനങ്ങൾക്കിടയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു സാധനം തപ്പിയെടുക്കുകയാണെങ്കിൽ ഇന്ന് അനേകം സംഗതികൾക്കിടയിൽ ഏതാണ് ആധികാരികമെന്ന് നോക്കുന്നതാണ് കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യം. ഇതിപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ സ്ലൈഡിൽ വന്നിരിക്കുന്നത്. ഈ ഗൂഗിളിന്റെ നമ്മൾ സെർച്ച് എഞ്ചിനുകളുടെ ചരിത്രം വെറുതെ പരിശോധിച്ചാൽ തന്നെ ഗൂഗിൾ സാങ്കേതിക വിദ്യ കൊണ്ടും അതിന്റെ മികവ് കൊണ്ടും മറ്റ് കമ്പറ്റേറ്റേഴ്സിനൊക്കെ വളരെ പുറകിലേക്കാക്കി. ഇപ്പൊ നമ്മളൊരു കഴിഞ്ഞ ഒരു ദശകത്തിലെ സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞ പ്രതിഭാസത്തിലെ വികസനം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിന്റെ തന്നെ മാറ്റങ്ങളാണ് അതിൽ നാഴികക്കല്ലുകളായിട്ട് മാറിയിരിക്കുന്നത്. ഗൂഗിളിനുണ്ടായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള മെച്ചപ്പെടുത്തലുകളാണ് അടയാളപ്പെടുത്തി പോകുന്നത്. അപ്പൊ ഈ ഡോക്ടർ ഗൂഗിൾ എന്നൊരു തലക്കെട്ട് ഞാൻ ഇട്ടെങ്കിലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഗൂഗിൾ മാത്രമല്ല, ഇന്റർനെറ്റ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ കൊണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമുക്കുള്ള ഈ ഉപാധികൾ കൊണ്ട് വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നാം മെഡിസിനുമായി ബന്ധപ്പെട്ട് ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഇടപെടലുകൾ, മാറ്റങ്ങൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള പുതിയ വികാസങ്ങൾ, മനുഷ്യജീവിതത്തെ അതെങ്ങനെ ബാധിച്ചിരിക്കുന്നു, നമ്മുടെ സമൂഹത്തിനെ എങ്ങനെ ബാധിക്കുന്നു, അതിന്റെ വിവിധ തലങ്ങൾ, അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പറയാനായിട്ട്. ഇതില് ഇന്റർനെറ്റിൽ നമ്മൾ മെഡിക്കൽ വിവരങ്ങൾ പരതുമ്പോൾ നമുക്കുള്ള കൺവീനിയൻസ് കുറേയുണ്ട്. നമുക്ക് നമ്മളുടെ സൗകര്യത്തിലിരുന്ന് നമ്മുടെ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമിലിരുന്ന് നമുക്ക് ഉടനടി അടിച്ചു നോക്കാൻ പറ്റും. നമ്മളുടെ രോഗത്തിന്റെ വിവരം അറിയുക, അല്ലെങ്കിൽ മരുന്നിന്റെ വിവരം അറിയുക, അല്ലെങ്കിൽ ഒരു ടെസ്റ്റിന്റെ പേര് ഡോക്ടർ പറയുകയാണെങ്കിൽ ഉടനെ നമുക്ക് പരതിയെടുക്കാൻ പറ്റും. നമ്മളുടെ വിരൽ തുമ്പിൽ തന്നെ കാര്യങ്ങളുണ്ട്. ഈ ഡോക്ടറുടെ സർവീസ് നമുക്ക് മുഴുവൻ സമയമുണ്ട്. ഇതിനകത്തൊരു ഇൻഡു വിട്ടുപോയി. 24/7 365 ഡേയ്സ് നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരാളാണ്. നമ്മളുടെ ഈ പൊതുവിൽ ഉള്ള ചാർജ് അല്ലാതെ നമുക്ക് എക്സ്ട്രാ പൈസയൊന്നും കൊടുക്കണ്ട. ഡോക്ടർ കൊടുക്കുന്ന പോലെ ഫീസ് ഓരോ കൺസൾട്ടേഷനും കൊടുക്കേണ്ട ആവശ്യമില്ല. എവിടെ വെച്ച് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഇഷ്ടംപോലെ വിവരങ്ങളുണ്ട്. ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ അനന്തമായ പ്രയോഗ സാധ്യതകളാണ് ഗൂഗിൾ വഴി നമ്മൾ വിവരം തേടുമ്പോൾ ഉള്ളത്. മെഡിക്കൽ വിവരങ്ങളും അങ്ങനെ തന്നെ. മെഡിക്കൽ ലൈബ്രറി എന്ന് വേണമെങ്കിലും പറയാം. ഇത് ആൾക്കാർ പല രീതിയിൽ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് പോസിറ്റീവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം നമുക്ക് സാധാരണക്കാരന് പോലും വിവരങ്ങൾ പ്രാപ്യമാണ്. സയൻസ് ഇന്ന്, മോഡേൺ മെഡിക്കൽ സയൻസ്, എല്ലാ വിവരങ്ങളും ഇന്ന്, പണ്ട് ഡോക്ടർമാർ ഇതിന്റെ ഒരു കുത്തക അവകാശം ഏറ്റെടുത്തിരിക്കുന്ന പോലെയായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നമ്മളെപ്പോഴും ഒരു ക്ലീഷേ പ്രയോഗമുള്ളതാണ്. ഡോക്ടറെ അടുത്തൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഡോക്ടർ തിരിച്ച് ചോദിക്കുന്നു, ഞാനാണോ ഡോക്ടർ, താനാണോ ഡോക്ടർ, ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി എന്നൊരു മനോഭാവം പണ്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ആരും പ്രതികരിക്കുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ ആ കാലഘട്ടം മാറി. ഇതിന്റെ ഒരു അറിവിന്റെ കുത്തവകാശം ഡോക്ടർമാരിലോ മെഡിക്കൽ വൃത്തിയിലുള്ള ആൾക്കാരുടെ കയ്യിൽ മാത്രമല്ല, ആർക്കും പ്രാപ്യമാണെന്നുള്ള സ്ഥിതി വന്നപ്പോൾ ആ ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റമായിട്ട് തന്നെ പറയണം. കാരണം അങ്ങനെ ഒരു ഒടിയോൻ ബന്ധമൊന്നുമല്ല രോഗിയും ഡോക്ടറും തമ്മിൽ ഉണ്ടാകേണ്ടത്. തീർച്ചയായും ഒരു നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ടതാണ്. അപ്പോ അതുകൊണ്ട് തന്നെ രോഗിക്ക് തന്റെ അവകാശത്തെക്കുറിച്ചും തന്റെ രോഗത്തെക്കുറിച്ചും തന്റെ ചികിത്സയെക്കുറിച്ചുമുള്ള വിവരങ്ങൾ അറിയാൻ പറ്റുന്നു. ഡോക്ടർക്കും അവബോധമുണ്ട്. രോഗിക്കും ഇതൊക്കെ അറിവൊക്കെ കിട്ടും. അതുകൊണ്ട് രോഗിയിൽ നിന്നൊന്നും കൺസീൽ ചെയ്യാനോ മറച്ചു വെക്കാനോ ഒക്കെയുള്ള പ്രവണത മെഡിക്കൽ രംഗത്തുള്ള ആൾക്കാർക്കും കുറയും. ഉടനടി നമുക്ക് ഈ വിവരങ്ങളെല്ലാം ലഭ്യമാകുന്നുള്ള ഒരു സൗകര്യമുണ്ട്. ഇതേസമയം മറു സൈഡിൽ നിൽക്കുന്ന മെഡിക്കൽ പ്രൊഫഷനിലുള്ള ആൾക്കാർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾക്ക് വിട്ടുപോയ വിവരങ്ങൾ അല്ലെങ്കിൽ നമ്മളെ അപ്ഡേറ്റ് ചെയ്യാൻ, പുതിയ വിവരങ്ങൾ തേടാനൊക്കെ ഈ ഗൂഗിൾ അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ നിന്ന് വിവരങ്ങൾ പരന്നത് വഴി നമുക്ക് സാധിക്കുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടാത്ത ചില വിവരങ്ങൾ, പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ആരോഗ്യ സംവിധാനത്തിൽ ഒരു പ്രശ്നം നമ്മൾ കാണുന്നത് ഈ ഡോക്ടറും രോഗിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്റെ അളവ് വളരെ കുറവാണെന്നുള്ളതാണ്. പലപ്പോഴും ഈ സർക്കാർ ആശുപത്രികളെ കുറിച്ചൊക്കെ ആൾക്കാർ പറയും, ഒരു പരിഹാസ രൂപേണ പറയും,
ഡോക്ടർ രോഗി വാതിക്കലെത്തുമ്പോൾ ഡോക്ടർ കുറിപ്പടി എഴുതാൻ തുടങ്ങും. രോഗി അകത്ത് കയറി മുന്നിലിരിക്കുമ്പോൾ കുറിപ്പടി ഇങ്ങ് തരും. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് തമാശ രൂപേണ പറയാറുണ്ട്, വല്ല പരിഹാസ രൂപേണ പറയാറുണ്ട്. ഒരു അളവിൽ അത് ശരിയാണ് താനും. കാരണം രോഗികളുടെ ബാഹുല്യവും അതോടൊപ്പം പരിമിതമായ സൗകര്യങ്ങളും കൂടെ ഒത്തുചേരുമ്പോൾ ഈ പറയുന്ന രീതിയിൽ രോഗിക്ക് കൊടുക്കേണ്ട സമയം ചുരുങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അത് ഡോക്ടർ ഒരുപക്ഷെ ഏറ്റവും നല്ല പ്രിസ്ക്രിപ്ഷൻ എഴുതും, കുറിപ്പടി എഴുതും, ശരിയായ നിർദ്ദേശങ്ങൾ എഴുതി കൊടുക്കും. ടെസ്റ്റ് ചെയ്യാൻ ഇന്ന ടെസ്റ്റ് ചെയ്യൂ, ഈ മരുന്ന് കഴിക്കൂ എന്നൊക്കെ കുറിപ്പടിയിൽ എഴുതി കൊടുക്കും. പക്ഷേ എന്താണ് ഈ ടെസ്റ്റുകൾ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ രോഗാവസ്ഥ, എന്താണ് സംശയിക്കുന്നത്, എന്താണ് ഈ ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ഗുണം അല്ലെ ദോഷം, അല്ലെ ഈ മരുന്ന് കഴിക്കുന്നത് എന്തിനാണ്, ഇതുപോലുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പലപ്പോഴും വിട്ടുപോകുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അത് ഒരു പരിധി വരെ രോഗിക്ക് തന്നെ വിവരങ്ങൾ, ഇൻഫർമേഷൻസ് തേടാൻ ഈ പറഞ്ഞ ഇന്റർനെറ്റ് അത് പരതിയെടുക്കുന്ന പ്രക്രിയ സഹായിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഉള്ളൊരു ഏറ്റവും വലിയ പ്രശ്നം, നമുക്കിപ്പോ ഒത്തിരി വിവരങ്ങളുണ്ട്, ഒത്തിരി അറിവുകളുണ്ട്, ഒത്തിരി ഡേറ്റയുണ്ട്. ഇത് നമ്മൾ എങ്ങനെ വേർതിരിക്കുന്നു, അതിനെ ക്രോഡീകരിക്കുന്നു, അതിനെ അപഗ്രഥിക്കുന്നു, അതിന്റെ ശരിയും തെറ്റും തിരിച്ചറിയുന്നു, എന്നിട്ട് അത് നമ്മുടെ ഗുണകരമായി എങ്ങനെ പ്രയോഗിക്കുന്നു എന്നുള്ള ഒരു സങ്കീർണമായ പ്രക്രിയയാണ്. പലപ്പോഴും ഈ അറിവിന്റെ പ്രളയം ഒരു വശത്ത് നിൽക്കുമ്പോൾ ഇത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ ആർക്കും പറ്റുന്നില്ല. ഈ സെർച്ച് എഞ്ചിനുകൾ നമുക്ക് വിവരങ്ങൾ പരതി കൊണ്ടുതരുന്നെങ്കിലും അതൊരു ഐഡിയലായ രീതിയിൽ നമ്മൾക്ക് നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നെന്ന് കരുതാൻ പറ്റില്ല. എന്താണ് വിക്കിപീഡിയ സ്ഥാപകനായിട്ടുള്ള ലാരി പേജ് പറഞ്ഞൊരു കോട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, ഞാൻ വായിക്കുന്നില്ല. ഈ ഒരു ഐഡിയൽ സാഹചര്യം നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ വിവേചന ബുദ്ധി, ഈ അറിവ് തേടുന്ന ആളുടെ വിവേചന ബുദ്ധി ഇതിൽ വളരെ പ്രധാനമാണ്. ഈ അറിവ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ, ഇതിന്റെ എല്ലാ കാര്യങ്ങൾക്കും പോസിറ്റീവും നെഗറ്റീവും സൈഡ് ഉണ്ടെന്ന് പറയുന്ന പോലെ ഇതില് നമുക്ക് സംഭവിക്കാവുന്ന ചില ഈ ഒരു സാങ്കേതിക പരിജ്ഞാനമില്ലാതെ പടിപടിയായി ആർജിച്ച ഒരു വൈദഗ്ധ്യമില്ലാത്ത ഒരു നോൺ മെഡിക്കൽ ആയിട്ടുള്ള ഒരു വ്യക്തി, രോഗിയായിക്കോട്ടെ ഏതെങ്കിലും മറ്റേതെങ്കിലും പ്രൊഫഷനിലുള്ള ഒരാളായിക്കോട്ടെ, ഇത്തരം വിവരങ്ങൾ, ആരോഗ്യ സംബന്ധമായ വിവരങ്ങൾ തേടുമ്പോൾ ഉണ്ടാകാവുന്ന, അല്ലെങ്കിൽ ആ കിട്ടിയ വിവരം പ്രോസസ്സ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ചില പാകപ്പിഴകളൊക്കെ ഉണ്ടാകും. ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്നത്, നിങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും, എപ്പോഴെങ്കിലും ഒരു തലവേദന വരുന്നു അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു രോഗാവസ്ഥകൾ വരുമ്പോൾ ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു ത്വര കൊണ്ട് നമുക്ക് പ്രാപ്യമായിട്ടുള്ള ഇന്റർനെറ്റ് വഴി നമ്മൾ സെർച്ച് ചെയ്ത് നോക്കൂല്ലേ. അപ്പോൾ ഇത് സ്വയം രോഗം നിർണ്ണയിക്കാനുള്ള ത്വര പല ആൾക്കാർക്കുണ്ട്. പ്രത്യേകിച്ചും ഈ രോഗഭീതിയുള്ള സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. അത് ഒരു വേള ഒരു എന്താ പറയാ ഹൈപ്പോകോൺട്രിയാക്ക് എന്ന് സൈക്യാട്രിയിൽ പറയുന്ന ഒരു അവസ്ഥയിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. കുറച്ച് ആകാംക്ഷ കൂടുതലുള്ള ആൾക്കാർ, കുറച്ച് ഇത്തരം രോഗങ്ങളെക്കുറിച്ചുള്ള ഭീതിയുള്ള ആൾക്കാർ, സാമാന്യ ആൾക്കാരെക്കാളും കവിഞ്ഞ രീതിയിൽ. അപ്പൊ ഇങ്ങനെ ആൾക്കാർ സ്വയം രോഗം നിർണ്ണയിക്കാൻ വേണ്ടി ഗൂഗിൾ പലതും സംഭവിക്കുന്നത് ഒത്തിരി ഇൻഫർമേഷൻസ് വരും. അപ്പൊ ചിലപ്പോൾ തെറ്റായ കാര്യങ്ങൾ വരും. ഇത് സംബന്ധിച്ച് ചില പഠനങ്ങളൊക്കെ നടന്നതനുസരിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഏറ്റവും സാധാരണ സിംറ്റംസ് പരതിയാലും ആ ഒരു പേജിൽ തന്നെ അത് നമ്മൾ സാധാരണ കരുതുന്ന ഒരു മാരക രോഗം എന്ന് കരുതുന്ന പോലെയുള്ള ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഈ ലക്ഷണം കൊണ്ടുണ്ടാകും എന്നൊരു റിസൾട്ട് വരാനുള്ള സാധ്യത ഒരു 47%-ലധികമാണെന്നൊരു പഠനമുണ്ട്. എന്ന് പറയുന്ന പോലെ നമ്മളിപ്പം ഇപ്പൊ ഉദാഹരണത്തിന് തലവേദന എന്ന് സെർച്ച് ചെയ്യാം. തലവേദന എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചാടി വരാൻ പോകുന്നത് ഒരു സാധാരണ ടെൻഷൻ ഹെഡേക്ക് അല്ലെങ്കിൽ വാസ്കുലർ ഹെഡേക്ക് എന്നൊക്കെ പറയുന്ന പോലെ നിസ്സാരമായ കാര്യങ്ങൾ തൊട്ട് തുടങ്ങി ബ്രെയിൻ ട്യൂമറും മെനിഞ്ചൈറ്റിസും ഒക്കെ റിസൾട്ട് വരും. അപ്പൊ ഇത് കാണുന്ന ഒരാൾക്ക് എന്ത് സംഭവിക്കും? ഊഹിക്കാവുന്നല്ലോ. പലർക്കും ആശയക്കുഴപ്പം വരും, ഭീതി വരും, അനാവശ്യമായ ടെൻഷൻ. ഒരു ഉദാഹരണം പറയുന്നത്, എന്റെ തന്നെ പരിചയത്തിലുള്ള ഡോക്ടർ, ഇപ്പൊ ഡോക്ടർമാരും ഇതൊക്കെ ചെയ്യും കേട്ടോ. പ്രത്യേകിച്ചും അവരുടെ സ്പെഷ്യാലിറ്റിയിൽ അല്ലാത്ത കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും അറിയാൻ വേണ്ടിയിട്ട് ചെയ്യും. അവരും ആ മേഖലയിൽ അല്പജ്ഞാനികളാണെന്ന് പറയേണ്ടി വരും. ഇപ്പൊ ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് ചിലപ്പം ഇപ്പൊ വന്ന് ആൾക്കാർക്ക് അവരവരുടെ ആ മേഖല അല്ലെ അവയവത്തിൽ മാത്രമേ ഉള്ള വിവരം മാത്രമായിട്ട് ഒതുങ്ങിക്കൊള്ളുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ചിലരൊക്കെ അതിശോക്തിപരമെന്ന് കരുതാമെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ള സംഭവമാണ്. ഇതുപോലെ ഒരു സൂപ്പർ സ്പെഷ്യലിസ്റ്റ് തലവേദന വന്നപ്പോൾ സുഹൃത്തായിട്ടുള്ള ഒരു ഫിസിഷ്യനെ വിളിച്ച് ഗുളിക ചോദിച്ച കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ലെവലിലേക്ക് നമ്മൾ സൂപ്പർ സ്പെഷ്യാലിറ്റി വന്നതോടുകൂടി അങ്ങനത്തെ ഒരു പ്രതിഭാസമുണ്ട്. അപ്പം നമ്മുടെ ഒരു ഡോക്ടർ സുഹൃത്ത് തന്നെ ഒരു നടുവേദന പ്ലസ് ചില നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ, ന്യൂറോളജിക്കൽ സിംറ്റംസും വന്നു.
അപ്പൊ അതെന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഒരു വ്യഗ്രത കൊണ്ടുപോയി MRI എടുത്തു. MRI എടുത്തതിന് ശേഷം MRIയുടെ നോക്കുന്ന ഡോക്ടറുടെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ അതിനകത്തുള്ള ഫൈൻഡിങ്സ് അവിടുത്തെ ടെക്നീഷ്യനോട് ചോദിച്ച് മനസ്സിലാക്കി. അപ്പൊ അതില് നട്ടലിന്റെ ഭാഗത്തുള്ള ഒരു ആവരണം, ഈ നട്ടലിന്റെ കശേരുവിന്റെ അവിടെയുള്ള ഒരു ഭാഗത്ത് ലിഗമെന്റം ഫ്ലേവ് എന്ന് പറഞ്ഞ ഭാഗത്ത് ഒരു കാൽസിഫിക്കേഷൻ കണ്ടുവെന്ന് ആണ് അറിവ് കിട്ടിയത്. കാൽസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ കാൽസ്യം ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ പ്രതിഭാസം കണ്ടതോടുകൂടി ഓടിപ്പോയി വീട്ടിൽ പോയിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്തു കാൽസിഫിക്കേഷൻ ഓഫ് ലിഗമെന്റം ഫ്ലേവം. ഇത് ഉടനെ തന്നെ ചാടി വന്ന റിസൾട്ടുകളിൽ ഭീകരമായ റിസൾട്ടുകളാണ് വന്നത്. അതായത് 63% ആൾക്കാർക്ക് ഈ രോഗം വളരെ അത്യപൂർവമാണ്. ഇത് വന്ന 63 എത്രയോ ശതമാനം ആൾക്കാർക്ക് വളരെ ഇതിന് ചികിത്സയില്ല. പിന്നെ ഗുരുതരമായി കാല് തളർന്നു പോകുന്ന അവസ്ഥയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ഇതൊക്കെ കേട്ടതോടുകൂടി ആകെപ്പാടെ പരീക്ഷീണതനായി പോയി, ആകെ പ്രശ്നമായി. ഇപ്പൊ ഡോക്ടറൊന്നും കണ്ടിട്ടില്ല, കാരണം ഡോക്ടറുടെ റിപ്പോർട്ട് അടുത്ത ദിവസം വരുള്ളൂ, ഡോക്ടർ എഴുതി കൊടുക്കുന്ന റിപ്പോർട്ട്. ഇത് കഴിഞ്ഞ് അവസാനം 2 ദിവസം കരഞ്ഞ് കൂവി വിളിച്ചു, ഭയങ്കര പ്രശ്നമായി, ആ അവസ്ഥയിലായി. പിന്നെ ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ നോക്കിയപ്പോൾ ഇതൊരു സ്പോട്ട് കാൽസിഫിക്കേഷൻ എന്നുള്ള നിലയിൽ ഒരു ചെറിയൊരു സംഗതിയേ ഉള്ളൂ. അത് വളരെ സർവ്വസാധാരണമായിട്ട് ആൾക്കാർക്ക് വരുന്നതാണ്. അപ്പൊ ഇന്ന് ഡോക്ടർ സമാനിപ്പിച്ചു വിട്ടു, ഒന്നും പേടിക്കാനില്ല, ഇത് പ്രശ്നമൊന്നുമില്ല എന്ന്. എന്നിട്ടും ഒരു ആശങ്ക, കാരണം ഇന്റർനെറ്റിൽ ഈ വിവരമൊക്കെ കിട്ടിയാണല്ലോ. അപ്പൊ വീട്ടിൽ വന്ന് ഈ സ്പോട്ട് കാൽസിഫിക്കേഷൻ ഓഫ് ലിഗമെന്റം ഫ്ലേവ് എന്ന് അടിച്ചു കൊടുത്തപ്പോഴത്തേക്കും അത് സർവ്വസാധാരണമാണ്, 70% ആൾക്കാർക്ക് ഉണ്ടാവുന്നതാണ്, അതിനൊരു പ്രശ്നമില്ല. ഇപ്പൊ നമ്മൾ ഈ വിവരം ഈ രീതിയിൽ ഗൂഗിളിനെ ഉപയോഗിക്കുന്നത് 2 തരത്തിലും നമുക്ക് പല രീതിയിൽ നമുക്ക് ഗുണകരമാകാം, അതേപോലെ തന്നെ ഇതുപോലുള്ള ചില പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ പോയി പെടാം. അപ്പൊ ഈ ഇതിൽ വരുന്ന ഗൂഗിള് സ്വന്തം ബുദ്ധി ഉപയോഗിക്കുന്നത് വേറൊരു രീതിയിലാണ്, ഒരു മാത്തമാറ്റിക്കൽ അൽഗോരിതംസ് ഒക്കെയാണ് പാലിക്കുന്നത്. അപ്പൊ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയണ വൈകാരിക റെസ്പോൺസ് ഒക്കെ ഉണർത്തുന്ന അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരം പേജുകളാണ്, അല്ലെങ്കിൽ കൗതുകജനകമായ പേജുകളാണ് ആൾക്കാർ കൂടുതൽ, അല്ലെങ്കിൽ നെഗറ്റീവ് റെസ്പോൺസസ്. അങ്ങനെ ഒരു പഠനം വായിച്ചു. നെഗറ്റീവായിട്ട് നമുക്ക് പേടി വരുന്ന അല്ലെങ്കിൽ അതുപോലുള്ള വികാരങ്ങൾ ഉണർത്തുന്ന ചില സംഘടനകൾ ആൾക്കാർ കൂടുതൽ ആക്സസ് ചെയ്യും. അപ്പൊ ആൾക്കാർ കൂടുതൽ ആക്സസ് ചെയ്യുന്ന പേജുകൾ റിസൾട്ട്സിൽ ആദ്യം വരാൻ തുടങ്ങും. അപ്പൊ ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഒരു സെർച്ച് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്നത് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ് ആദ്യം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഗൂഗിളിന്റെ അൽഗോരിതം അനുസരിച്ച് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ പേര് ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമായിരിക്കും, അത് ചിലപ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു സാധനമായിരിക്കണമെന്നില്ല. അപ്പൊ മെഡിക്കൽ ഒരു കാര്യത്തിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപൂർവതയല്ല. മെഡിക്കൽ രംഗത്ത് അപൂർവതയ്ക്ക് പ്രാധാന്യമുണ്ട്. ഈ അക്കാഡമിഷ്യൻസിന്റെ ഇടയിൽ ഇപ്പൊ ഒരു പിന്നെ സയന്റിഫിക് കോൺഫറൻസ് ഒക്കെ നടക്കുമ്പോൾ സാധാരണ രോഗത്തിന്റെ അപൂർവമായിട്ടുള്ള പ്രസന്റേഷൻസ് ഒക്കെ ആയിരിക്കും അവിടെ വലിയ കാര്യമാണ്. ഇന്റർനെറ്റിലും അത്തരം കേസ് സ്റ്റഡീസ് ഒക്കെ വലിയ പ്രാധാന്യത്തോടുകൂടി കിടക്കും, അത് കൂടുതൽ പേര് ആക്സസ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ അത് സാധാരണയുള്ള ഒരു രോഗത്തിന്റെ അപൂർവമായ ഒരു പ്രസന്റേഷൻ ആണെന്നുള്ളതാണ്. എന്തുപറ്റി? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ ആൾക്കാർക്ക് പെട്ടെന്ന് തോന്നും, തലവേദനയായിട്ട് പോയി സെർച്ച് ചെയ്യുന്ന ആള് സാധാരണ തലവേദനയ്ക്ക് ഒരു ആകാംക്ഷ തോന്നി സെർച്ച് ചെയ്യുന്ന ആൾക്ക് ആകാംക്ഷ കുറയ്ക്കുന്നതിന് പകരം ആകാംക്ഷ കൂട്ടുന്ന സംഗതിയായിരിക്കും പലപ്പോഴും വരുന്നത്. ബ്രെയിൻ ട്യൂമർ ആണോ എനിക്കെന്ന് സംശയിക്കുന്ന രീതിയിലേക്ക് ആൾക്കാരുടെ ചിന്ത പോകും, ആകാംക്ഷയാകും, ആശങ്കയാകും. അവസാനം ഒടുവിൽ വരുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആകാംക്ഷ കൊണ്ട് തന്നെ മറ്റു പല രോഗങ്ങളും അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടുള്ള രോഗങ്ങൾ, ഈവൻ ശാരീരികമായ പ്രശ്നങ്ങൾ വരെ ഉണ്ടാകാം. നെഗറ്റീവായിട്ടുള്ള വിവരങ്ങൾ ശ്രദ്ധിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഈ വിവരങ്ങളുടെ ഏറ്റവും കൂടുതൽ ശേഖരിച്ച് ഏറ്റവും കൂടുതൽ നമ്മുടെ മുന്നിൽ എത്തിക്കുന്ന സംവിധാനം എന്നപോലെ തന്നെ തെറ്റായ വിവരങ്ങളും മിസ്ഇൻഫർമേഷൻസും അബദ്ധധാരണകളും അർത്ഥസത്യങ്ങളും വളച്ചൊടിച്ച സത്യങ്ങളും ബോധപൂർവം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതൊക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇന്റർനെറ്റിലൂടെ തന്നെയാണ്. സൈബർ കോൺട്രിയ എന്ന് പറഞ്ഞൊരു പ്രതിഭാസമുണ്ട്. അതല്ല, ഇത് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള എന്താ പറയാ ഒരു പുതിയ പദപ്രയോഗങ്ങളിലൊന്നാണ്. ഹൈപ്പോകോൺട്രിയ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സംഗതിയുടെ പുതിയ വേർഷൻ. അതായത് ഈ നമ്മുടെ ഈ ദൃശ്യം എന്ന് പറയുന്നത് നമ്മുടെ വടക്ക് നോക്കി യന്ത്രം സിനിമയിലെ ഒരു ദൃശ്യമാണ്, തളത്തിൽ ദിനേശൻ. ആ സിനിമ വളരെ ഡീറ്റെയിലിംഗിലേക്ക് പോകുന്ന രംഗങ്ങളിലൊന്നാണിത്. അതായത് സിനിമയുടെ തുടക്ക സീനാണ്. ശ്രീനിവാസൻ രാവിലെ
കട്ടിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് നേരെ പോകുന്ന എന്ന് ചിലപ്പോൾ സിനിമ കാണുന്ന സമയത്ത് നമ്മൾ ഒട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. രണ്ടാമതൊന്ന് കാണുമ്പോൾ അതില് പിന്നെ ശ്രീനിവാസൻ പോയിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ആദ്യം പുള്ളി തലമുടി ഒന്ന് ചീകും, മുഖമൊക്കെ വക്രിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും. മൊത്തം പുള്ളിയുടെ ആ ബോഡി ഇമേജിനെ കുറിച്ചും ശാരീരികമായിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചൊക്കെ പുള്ളി കുറെ അധികം പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷം പുള്ളി വന്ന് ഡോക്ടർക്ക് കത്തെഴുതാണ്, താങ്കളെ എന്റെ സഹോദരനെ പോലെ കരുതി ഞാൻ ചില ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് വീക്കോ ടർമറിക്ക് നല്ലതാണോ, പൊക്കം വെക്കാൻ മാർഗമുണ്ടോ എന്നൊക്കെ നോക്കുന്നത്. അപ്പൊ ഇതേപോലെയുള്ള മെന്റാലിറ്റിയുള്ള മാനസികാവസ്ഥയിലുള്ള ശരീരത്തിന്റെ ആകൃതിയെക്കുറിച്ചും രോഗാവസ്ഥകളെക്കുറിച്ചും ഒക്കെ ഭയങ്കര ആകാംക്ഷാകുലരായിട്ടുള്ള ചില ആൾക്കാരുണ്ട്. അപ്പൊ അവര് ഇന്റർനെറ്റ് പരതിയതിനു ശേഷം അവർക്ക് കിട്ടുന്ന റിസൾട്ട് വെച്ചിട്ട് ആവശ്യത്തിൽ കവിഞ്ഞ് ആകാംക്ഷയിലേക്ക് പോകുകയും രോഗാവസ്ഥയാണെന്ന് സംശയിച്ച് മറ്റ് ഭീതിയിലേക്ക് പോയി മറ്റ് പ്രശ്നങ്ങളിൽ, മാനസികമായ പ്രശ്നങ്ങളിലേക്ക് പെടുന്ന ഒരു അവസ്ഥയാണ് സൈബർ കോൺട്രിയ എന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മൾ ഇത് ഞാൻ വെറുതെ ഇന്നലെ കോസ് ഓഫ് HEA എന്ന് എഴുതിയപ്പോൾ തന്നെ അതിൽ വരുന്ന സജസ്റ്റ് ചെയ്യുന്ന മുഴുവനും അതിൽ ഒരു 80% ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതാണ് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെടുന്ന കാര്യങ്ങളിലൊന്നാണ് ഈ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ ഗൂഗിളിൽ. ഈ എന്ത് തന്നെ സെർച്ച് ചെയ്താലും സാധാരണമായിട്ടുള്ള ഇപ്പൊ ജലദോഷത്തിന് സോർ ത്രോട്ട് സെർച്ച് ചെയ്താലും ക്യാൻസർ വരും, ക്യാൻസർ അതിന്റെ റിസൾട്ട്സിൽ വരും. അതല്ലെങ്കിൽ പനി സെർച്ച് ചെയ്താൽ വരും. ഇതുപോലുള്ള നിസാര സിംറ്റംസിന് അസാധാരണമായ റിസൾട്ടുകൾ പലപ്പോഴും വരും. അപ്പൊ അത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന സൂക്ഷിച്ചല്ലെങ്കിൽ തലവേദന ബ്രെയിൻ ട്യൂമർ ആണെന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും. ഇത് ഒരു ഹെഡേക്കിന്റെ കോസസ് ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയത്. അപ്പൊ വരുന്ന റിസൾട്ടുകളിലെല്ലാം ഇതേപോലെ വിപുലമായ ലിസ്റ്റുകളുണ്ട്. ഒരു സാധാരണ പേടി ഉള്ള ആളെ ഒരു വലിയ രോഗിയാക്കാൻ ഇത് മതി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ ഇതൊക്കെ പരിണിതഫലമായിട്ട് തീരുമാനം എടുക്കാനായിട്ട് നമുക്ക് പ്രശ്നം ഉണ്ടാവും, കാലതാമസം ഉണ്ടാവും. ഇത് വെച്ചുകൊണ്ടിരിക്കും. ചിലര് ഒരു ഡിനയൽ ഇതിലേക്ക് പോകും. ചിലർ വിചാരിക്കും എനിക്ക് വലിയ രോഗമായി, ഇനി ഞാൻ ഡോക്ടറെ പോയി കാണുന്നില്ല, കണ്ടു കഴിഞ്ഞാൽ ഇത് ഡയഗ്നോസ് ചെയ്യും, പിന്നെ ഞാൻ ഇതിന്റെ പുറകെ പോകണം. ക്യാൻസർ ഒക്കെ പലപ്പോഴും സംശയിക്കുമ്പോൾ രോഗികൾക്ക് അതാ പറ്റുക. ഇപ്പൊ ഒരു ഡോക്ടറുടെ മുന്നിൽ വരുന്നു, ഡോക്ടർ പറയുന്നത് നിങ്ങൾക്കൊരു മുഴയൊന്ന് കുത്തിയെടുത്ത് പരിശോധിക്കണം എന്ന് പറയുമ്പോൾ ചിലപ്പം ആൾക്കാര് അതിനെക്കുറിച്ച് പരതിയിട്ട് ഇത് ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട്. അപ്പം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ സർജിക്കൽ പ്രൊസീജിയറും പേടിയുള്ള കാര്യമാണ്, കുത്തുക അതുപോലെയൊക്കെയുള്ള. അപ്പൊ ചിലപ്പോൾ അവർ ഡോക്ടറെ അടുത്ത് പോകാതിരിക്കും തുടർന്ന് ഈ ഒരു ആശങ്ക മൂലം. പിന്നീട് കാലതാമസം ചികിത്സയിൽ ഉണ്ടാകും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ വളരെ ഘടകവിരുദ്ധമായിട്ടുള്ള അറിവ് കിട്ടും. ഇപ്പൊ വാക്സിനേഷനെ കുറിച്ച് അറിയാൻ വേണ്ടി ഒരാൾ പരതിയെന്ന് വെക്കുക, മുമ്പിൽ വരാൻ പോകുന്നത് വാക്സിനേഷൻ പാടില്ല, വാക്സിൻ വിഷമാണ്, വാക്സിൻ കുഴപ്പമുള്ള സംഗതികളാണ്, ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടി ഇലൂമിനാറ്റിയുടെ പരിപാടിയാണെന്നൊക്കെയുള്ള അസംബന്ധങ്ങൾ അതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ടാവും. ഇത് കേട്ടിട്ട് ആൾക്കാർ പിന്മാറും അതിൽ നിന്ന്. ഇതിനകത്ത് ഈ ബോധപൂർവം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ തെറ്റായ സ്ഥാപിത താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒത്തിരി ഉറവിടങ്ങൾ ഇന്റർനെറ്റിലുണ്ട്. പിന്നെ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിലേക്ക് പോകും. ഒരാൾക്കൊരു സിംറ്റം ഉണ്ടെങ്കിൽ, ലക്ഷണം ഉണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഒരു ഡോക്ടർ നിശ്ചയിച്ച് ശരിയായ രീതിയിൽ അപഗ്രഥിക്കുന്ന രീതിയിലായിരിക്കത്തില്ല. രോഗിക്ക് മുൻവിധികൾ ഉണ്ടാവും. എനിക്ക് ഇന്ന രോഗമാണ് ആയിരിക്കും എന്നുള്ളൊരു ചിന്തയിൽ പോയിട്ട് ഈവൻ ഒരു ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ പോലും അയാള് തന്റെ യഥാർത്ഥത്തിലുള്ള അത് തുറന്നു പറയാതെ മുൻവിധികൾ അനുസരിച്ച് വിവരിക്കുകയും പ്രശ്നമുള്ള ചില കാര്യങ്ങൾ എല്ലാം ഇപ്പം പലതും രോഗിക്ക് ഏറ്റവും പ്രശ്നമെന്ന് തോന്നുന്ന ലക്ഷണം ആയിരിക്കണമെന്നില്ല ഈ രോഗത്തിന്റെ മുഖമുദ്രയാകുന്ന ലക്ഷണം. ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾ വരികയാണ്, ദേഹം മുഴുവൻ ചൊറിച്ചിലാണെന്ന് പറഞ്ഞു വരികയാണ്. ഈ ചൊറിച്ചിൽ പല സാഹചര്യത്തിലുണ്ടാകാം, അലർജി കൊണ്ടുണ്ടാകാം. ചിലപ്പം ഈ മഞ്ഞപ്പിത്തം വരുന്ന ആൾക്ക് മഞ്ഞപ്പിത്തം കൂടി കഴിഞ്ഞാൽ ചൊറിച്ചിൽ വരാം. ഇപ്പൊ എല്ലാ ചൊറിച്ചിലും ഒരുപോലെയല്ല. രോഗിയെ സംബന്ധിച്ചിടത്തോളം ചൊറിച്ചിൽ മാത്രമാണ് ശ്രദ്ധിക്കപ്പെടുന്ന ലക്ഷണം. പക്ഷെ ഡോക്ടർ പരിശോധിക്കുമ്പോഴായിരിക്കും ഈ ജോണ്ടിസ് അല്ല കണ്ണിൽ കാണുന്ന മഞ്ഞ കളർ ശ്രദ്ധയിൽപ്പെടുക. പക്ഷെ രോഗി അതിനെക്കുറിച്ച് ശ്രദ്ധ പോയിട്ടില്ലാത്തതുകൊണ്ട് രോഗി ഈ ചൊറിച്ചിലിനെ കുറിച്ച് മാത്രമാണ് വിശദീകരിക്കുന്നത്. അപ്പൊ ഡോക്ടർക്ക് തിരക്കുള്ള സമയമാണെങ്കിൽ ചിലപ്പം ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം ഡോക്ടറെയും രോഗി മിസ്ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ചില സിംറ്റംസ് കുറച്ച് കാണിക്കുകയും അല്ലെ പറയാതിരിക്കുകയും എനിക്ക് ഇതാണ് പ്രശ്നം എന്ന് ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ ഇത് സൃഷ്ടിക്കാനിടയുണ്ട്. ഇത് ഈ പ്രസംഗത്തിന്റെ മൊണോട്ടണസിന്റെ ഇടയ്ക്ക് 1-2 സ്ലൈഡുകൾ വെറുതെ ചേർത്തു എന്നുള്ളത് കേട്ടോ. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ലൈറ്റർ സെൻസിലെടുക്കാവുന്ന കുഞ്ഞു കുഞ്ഞു തമാശകളൊക്കെ. ഈ ഗൂഗിളിനെ ഇതിനകത്ത് ചേർക്കാത്തൊരു തമാശ ഇന്ന് കണ്ടത്, ഗൂഗിളിന്റെ ആ ഒരു വ്യാപ്തിയെക്കുറിച്ച് ഒരു ഇത് കണ്ടാണ്. ഒരു 3 ക്യാരക്ടേഴ്സ്, ഒരു ആടും എലിയും ഒരു പന്നിയും കൂടെ നിൽക്കുന്നു. അപ്പൊ അതിൽ ഒരാൾ പറയുന്നു, നമ്മള് മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു ഗൂഗിളിനോട് ചോദിക്കാന്ന് പറയുന്നു.
അപ്പൊ മറ്റയാൾ പറയും, നീ എന്തോ വിചാരിക്കുന്നത്, ഈ ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ദൈവമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല, അവിടെ ഇല്ലാത്ത പല കാര്യങ്ങളും ഉണ്ട് എന്ന് പറയുമ്പം ഇതേ ക്യാരക്ടർ പറയുന്നു, എന്നാൽ നമുക്ക് അത് സെർച്ച് ചെയ്ത് നോക്കിയാലോ, എന്താണ് ഗൂഗിളിൽ കിട്ടാത്തതെന്ന്. എന്നിട്ട് എല്ലാവരും കൂടെ അത് സെർച്ച് ചെയ്യാൻ പോകുന്നതായിട്ട് ഒരു കുഞ്ഞു കാർട്ടൂൺ സ്ട്രിപ്പ് എന്ന് പറയുന്ന പോലെയാണ് ഇന്നിപ്പോ ഒരു ഭണ്ഡാരമാണ് എല്ലാത്തിന്റെയും. അപ്പൊ നമ്മളിത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്ന ഇത്രയും വലിയ ഫലങ്ങളായിരിക്കും കൊണ്ട് തരിക. ഇതേപോലെയുള്ള ദ്വന്ദ്ങ്ങളിലൊക്കെ ആയിരിക്കും എത്തുന്നത്. ബൈനറി, ഒന്നുകിൽ നിങ്ങൾക്ക് വെറും സാധാരണ തലവേദന, അല്ലെ ബ്രെയിൻ ട്യൂമർ. രോഗി തീരുമാനിക്കും എനിക്കിത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. പിന്നെ നേരിട്ടൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതിന് വ്യത്യാസമുണ്ട്. മറ്റ് പല ഘടകങ്ങൾ ഇപ്പൊ നമ്മൾ സെർച്ച് ചെയ്യുമ്പം രോഗിയുടെ ഏജോ അല്ലെങ്കിൽ മറ്റ് അതിനെ ബാധിക്കുന്ന മറ്റ് പല ഘടകങ്ങളും അതിനകത്ത് പെടാതെയാണ് പൊതുവായിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഈ ഒരു സാഹചര്യമുണ്ട്. എനിക്ക് വിവരമൊക്കെ മനസ്സിലായി, എനിക്ക് ഇന്ന രോഗമാണ്, ഡോക്ടർ ചികിത്സ നിശ്ചയിക്കൂ എന്ന് പറഞ്ഞ് രോഗികൾ എത്തുന്ന സാഹചര്യം പോലെയുണ്ട് ഇന്റർനെറ്റ് വഴി കണ്ടുപിടിച്ചതിന് ശേഷം. ഇതൊക്കെ ഞാൻ ഓൾറെഡി വിവരിച്ച് പറഞ്ഞു. സ്വയം ചികിത്സ, ഇത് രോഗനിർണയത്തിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് പറഞ്ഞു. ചികിത്സയുടെ കാര്യം വരുമ്പോഴും ഇതേപോലെയുള്ള കാര്യങ്ങളുണ്ട്. ആൾക്കാർ സ്വയം തീരുമാനിക്കുക ഏതാണ് നല്ല ചികിത്സ. ഓരോ രോഗം, ഇപ്പൊ പ്രമേഹത്തിന് ഏതാണ് നല്ല ചികിത്സ എന്ന് നോക്കിക്കഴിയുമ്പോൾ അവർക്ക് ഇന്റർനെറ്റ് വഴി കുറെ വിവരങ്ങൾ കിട്ടും. ഇപ്പൊ ഇന്റർനെറ്റിന്റെ തന്നെ നമ്മൾ ഈ പറഞ്ഞ നേരത്തെ തമാശയ്ക്ക് വിശേഷിപ്പിച്ച ഡോക്ടർ ഗൂഗിളിന്റെ ഏറ്റവും വലിയ അസോസിയേറ്റ്സ് ഇന്ന് നിലവിലെ സോഷ്യൽ മീഡിയയാണ്. അവിടെ ഡോക്ടർ വാട്സാപ്പും വിക്കിപീഡിയക്കാളും വലിയ വിശ്വവിജ്ഞാനകോശമായി മാറിയിരിക്കുന്ന വാട്സാപ്പും ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ നിന്നൊക്കെ ആൾക്കാർക്ക് ഇഷ്ടം പോലെ ഇതുപോലുള്ള മിസ് ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾ പ്രമേഹമാണോ, പിന്നെ അതിന് ചികിത്സ, മോഡേൺ മെഡിസിൻ ചികിത്സിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കിഡ്നി പോവും, അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഇല അരച്ച് കഴിച്ചാൽ മതി, ഇതെല്ലാം എന്നുണ്ടെങ്കിൽ പ്രഷർ എന്ന് പറയുന്ന രോഗമില്ല, അതിന് വെള്ളം കുടിച്ചാൽ മതി എന്നൊക്കെയുള്ള അസംബന്ധങ്ങൾക്ക് പുറകെ അനേകം ആൾക്കാർ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഇന്റർനെറ്റ് വഴിയാണ് പ്രചരിക്കുന്നത്. അപ്പൊ രോഗമില്ലാന്ന് വിശ്വസിക്കുക, ഡോക്ടറുടെ നിർദ്ദേശങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്ന രീതിയിൽ പെരുമാറുക, വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുക, ഇതൊക്കെ സംഭവിക്കാറുണ്ട്. ചികിത്സയുടെ കാര്യത്തിൽ വരുമ്പോഴും ഇതുപോലെ തന്നെ സംഭവിക്കും. ഈ ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ മരുന്ന് കഴിക്കാതിരിക്കുക, ഈ കൂടുതൽ മരുന്ന് കഴിച്ചാൽ കുഴപ്പം, അതുകൊണ്ട് സ്വന്തമായ ചില രീതികൾ ആവിഷ്കരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഏറ്റവും ഒടുവിലായിട്ട് ഈ അശാസ്ത്രീയമായ കപട ചികിത്സകൾക്കൊക്കെ പുറകെ പോകുന്ന സാഹചര്യങ്ങളും ഇതുമൂലം ഉണ്ടാകാറുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആൾക്കാരെന്ന് പറഞ്ഞ ഇതാണ്. ഇപ്പൊ ഒരു വാട്സാപ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു സാമൂഹ്യ ദുരന്തത്തിന് സമാനമായ രീതിയിലേക്കുള്ള സ്ഥിതി സൃഷ്ടിക്കാവുന്ന ലെവലിലേക്ക് എത്തി. കാരണം തെറ്റുകൾ പ്രചരിപ്പിക്കുന്ന വഴി, അശാസ്ത്രീയത പ്രചരിപ്പിക്കുന്ന വഴി. കാരണം ഈ ഇന്റർനെറ്റ് കഴിഞ്ഞു, അതിനുശേഷം സോഷ്യൽ മീഡിയ വലിയൊരു പ്ലാറ്റ്ഫോമായി മാറി. സോഷ്യൽ മീഡിയയിൽ പോലും ഈ ഫേസ്ബുക്കിലൊക്കെ വീണ്ടും സാധ്യതകളുണ്ട്. ഒരു തെറ്റായ വിവരം പ്രചരിപ്പിക്കുമ്പോൾ അതിനടിയിൽ നമുക്ക് അതിന് എന്താ പറയുക, പ്രതിവിധിയായിട്ട് അത് തെറ്റാണെന്ന് പറയാനും അതിനെ വിരുദ്ധവാദം ഉന്നയിക്കാനും സാധ്യതകളുണ്ട്. അതിന്റെ അടിയിൽ കമന്റുകളായിട്ടും അതിന്റെ അടിയിൽ വാദങ്ങളായിട്ടൊക്കെ. പക്ഷെ വാട്സാപ്പ് വരുമ്പോൾ ആ സീൻ മാറി. വാട്സാപ്പ് വരുമ്പോൾ ഇതിങ്ങനെ അങ്ങ് എടുക്കുമ്പോൾ 10, തൊടുക്കുമ്പോൾ 100, കൊള്ളുമ്പോൾ 1000, 10,000 എന്നുള്ള ലെവലിൽ എക്സ്പൊണൻഷ്യലായിട്ട് തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുകയാണ്. ചോദിക്കലും പറച്ചിലൊന്നുമില്ല. അതേപോലെ തന്നെ തെറ്റാണെന്ന് തെളിഞ്ഞാലും ഒരു നോർമൽ ഹ്യൂമൻ ബിഹേവിയർ വെച്ച് ആൾക്കാർ അത് അങ്ങനെ സമ്മതിക്കാനുള്ള ആർജവം കാണൂല. ഇപ്പൊ ഞാനൊരു തെറ്റായ വിവരം ഒരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തു, നാളെ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാലും ഞാൻ നിഷ്കർഷയോട് കൂടെ പോയി അവിടെ ചെന്ന് പറയത്തില്ല എനിക്ക് തെറ്റുപറ്റി പോയായിരുന്നെന്ന് പറയാനുള്ള ജാള്യതയുണ്ട്. മീൻ വെയിൽ ഈ സാധനം 100 പേര് പ്രചരിപ്പിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രചാരണ ശേഷി വളരെ കൂടുതലുമാണ്. അടുത്ത കാലത്ത് കേട്ട ഒരു വാർത്തയുണ്ട്, ഞാൻ ഇതിനകത്ത് ചേർത്തു എന്നേ ഉള്ളൂ. അതായത് പ്രകൃതി ചികിത്സ അല്ലെങ്കിൽ ഇതേപോലെയുള്ള അതിനപ്പുറമുള്ള മറ്റ് ഇതര വൈദ്യങ്ങള്, അതല്ലെങ്കിൽ അംഗീകൃതമല്ലാത്ത വൈദ്യങ്ങള്, അശാസ്ത്രീയമായ സാധനങ്ങളൊക്കെ ആൾക്കാർ ചെയ്യുന്നതാണ്. പക്ഷെ അതിന്റെയും കൂടിയ അവസ്ഥയാണ് അത് ഇന്റർനെറ്റിലൂടെ പഠിച്ച് ചെയ്യാന്ന് പറയുന്നത്. അത് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു സാധനമാണ്. യൂട്യൂബിലൂടെ പ്രസവ സംബന്ധമായ അറിവുകൾ തേടിയിട്ട് ഒരു യുവതി വീട്ടില് ഇരുന്ന് പ്രസവിക്കാൻ തീരുമാനിച്ചു, മരിച്ചു. ഭർത്താവിനെതിരെ കേസെടുത്തൊരു സംഗതിയാണിത്. അപ്പൊ ഈ തലത്തിലേക്ക് ആൾക്കാരെ ഈ ഇന്റർനെറ്റിലൂടെ പ്രാപ്യമായ വിവരങ്ങൾ ഈ തലത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് നമ്മൾ ഞെട്ടിക്കുന്ന ഒരു സംഗതി. ഈ തെറ്റായ വിവരങ്ങൾ പറയുമ്പോൾ ഇതും കൂടെ, ഇത് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളൊക്കെയാണ്, പക്ഷെ ഇതും കൂടെ പ്രതിപാദിക്കാതെ പോകാൻ പറ്റത്തില്ല. കാര്യം ഇന്നത്തെ ഏറ്റവും വലിയൊരു സംഗതിയാണ് ഇതുപോലുള്ള ആൾക്കാർ യാതൊരു ആധികാരികതയും ഇല്ലാതെ
കുറെ ആൾക്കാർക്ക് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായി ഇന്ന് നിലവിൽ ഇന്റർനെറ്റ് മാറിയിട്ടുണ്ട്. അതിന് ഒരു പ്രചാരണ സാധ്യത തന്നെയാണ് അതിന് വലം വെച്ചു കൊടുക്കുന്നത്. അത് പരസ്പരം അനുകൂലകമാണ്. അതായത് അത് കേൾവിക്കാർ ഉണ്ടാകുന്നതുകൊണ്ടാണ്, അല്ലെ പ്രചാരകർ ഉണ്ടാകുന്നതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ഈസിലി പ്രചരിക്കുന്നത്. അത് ഒരു ഹ്യൂമൻ സൈക്കോളജി തന്നെയാണ് അതിന് പിന്നിൽ. കാരണം നമുക്ക് നമ്മളെ ശ്രദ്ധ ആകർഷിക്കുന്ന എപ്പോഴും ഒരു വൈകാരിക റെസ്പോൺസ് ഉണർത്താൻ പോകുന്ന സംഗതികളാണ്, അല്ലെ? ഏതെങ്കിലും തരത്തിൽ നമ്മുടെ അനുതാപം, നമ്മുടെ നമ്മളെ ഞെട്ടിക്കുന്ന സാധനം, സ്തോഭജനകമായിട്ടുള്ള, കൗതുകകരമായിട്ടുള്ള, അത് തന്നെയാണ് ഈ വാർത്താ മാധ്യമങ്ങളും ഒക്കെ തലക്കെട്ടിടാനായിട്ട് ഭയങ്കര മിസ്ലീഡിംഗ് ആണെങ്കിൽ പോലും ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ള ഉദ്ദേശം. ഇവിടെ അത് തന്നെ സംഭവിക്കും. അതായത് വസ്തുതയല്ല എങ്കിൽ പോലും അത് ആകർഷണീയമാകുന്ന ഈ തരത്തിൽ ഒരു വൈകാരിക റെസ്പോൺസ് ഉണർത്താൻ പറ്റുന്ന രീതിയിൽ ആകർഷണീയമാണെങ്കിൽ ആൾക്കാർ അത് ശ്രദ്ധിക്കും. പക്ഷെ ശാസ്ത്രത്തിനുള്ള പ്രശ്നം എന്തോ, ശാസ്ത്ര സത്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അത് എത്ര തന്നെ പോപ്പുലർ ആയിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചാലും അതിന് പരിമിതികളുണ്ട്. അത് പലപ്പോഴും സങ്കീർണവും വിരസവും ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഒരാൾക്കൊരു നുണ പ്രചരിപ്പിക്കാൻ വളരെ എളുപ്പം, അല്പം ഭാവനയും ഒരല്പം കൂടി കടന്ന് കുറച്ചും കൂടെയൊക്കെ ടെക്നിക്സ് അതിനകത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് പ്രചരിക്കുന്ന ഒരു നുണ ഉണ്ടാക്കാം, ഒരു ഹോക്സ് ഉണ്ടാക്കാം. പക്ഷേ ഇത് ഒറ്റ വാചകത്തിലുള്ള ഒരു നുണയ്ക്ക് മറുപടി നമ്മൾ കൊടുക്കണമെങ്കിൽ, തികച്ചും അസംബന്ധമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് പോലും മറുപടി ഉണ്ടാക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. കാരണം ഭൂമി പരന്നതാണ് എന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും നിലവിലുണ്ട്. അതിനെപ്പോലും കൗണ്ടർ ചെയ്യാൻ ഇപ്പം ശാസ്ത്രത്തിന് വേണ്ടി വാദിക്കുന്ന ആൾക്കാർ കുത്തിയിരുന്ന് പണിയേണ്ടി വരുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ അല്ല എന്ന് ഇപ്പോഴും പറയാനായിട്ട് ബുദ്ധിമുട്ടേണ്ട സാഹചര്യം വരുന്നുണ്ട്. അപ്പൊ ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കോട്ടായതുകൊണ്ട് ഞാനിത് വായിച്ചു കേൾപ്പിക്കുന്നില്ല. ഇതാണ് അവസ്ഥ. അപ്പൊ ഇത് ആരോഗ്യരംഗവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് ഒത്തിരി സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ള വസ്തുതയാണ്. പണ്ട് ആൾക്കാർ എപ്പോഴും ചോദിച്ചിട്ടുണ്ട്, പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഡോക്ടർമാർക്കൊക്കെ വേറെ പണിയൊക്കെ ഇല്ലേ, വെറുതെ എന്തിനാ ഇതുപോലുള്ള കാര്യങ്ങൾ ഇത് ചെയ്യാൻ നടക്കുന്നത്? മാത്രമല്ല ചില ഇതിന്റെ കുപ്രചാരകർക്ക് എന്തിനു വെറുതെ നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുക്കുന്നു എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അത് അങ്ങനെയൊക്കെ നമ്മളും വിചാരിച്ചിരുന്ന കാലഘട്ടമുണ്ട്. പക്ഷെ ഇന്നതല്ല. ഇന്ന് അത് വളരെ ഉയർന്ന തോതിൽ ജനങ്ങളെ സ്വാധീനിക്കാനും അതോടൊപ്പം അവരുടെ പ്രവർത്തനത്തെയൊക്കെ ബാധിക്കുന്ന രീതിയിൽ വന്നു. അത് ആരോഗ്യരംഗത്തെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടെന്ന്. നമ്മൾ ഒ പിയിലൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരോട്, ഒരു രോഗിയോട് മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ, ഉദാഹരണത്തിന് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, അതിന്റെ ചികിത്സാ സാധ്യത എന്ന് പറയുന്നത് ഏർലി ഡിറ്റക്ഷൻ ആണ് അതിന്റെ നല്ല പ്രോഗ്നോസിസ്. ഒരാളുടെ രോഗം ഭേദമാക്കാനുള്ള, ഇന്നിപ്പോ ക്യാൻസർ വളരെ ഫലപ്രദമായ ചികിത്സയുള്ള ഒരു സംഗതിയാണ്. പക്ഷെ പലർക്കും ഇപ്പോഴും ഒരു മാരക രോഗമാണ്, അത് വന്നാൽ മരിക്കും എന്നുള്ളൊരു ഭീതിയാണ് ഉള്ളത്. പക്ഷെ അങ്ങനല്ല പലപ്പോഴും. പക്ഷെ അതിലൊരു കീ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ കണ്ടുപിടിക്കുക എങ്കിലാണ് അതിന്റെ ചികിത്സാ സാധ്യത അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെയധികം ഉയരുന്നത്. അപ്പൊ തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും? ക്യാൻസർ ഒരു രോഗമേ അല്ല. ക്യാൻസറിന് ഈ മരുന്നെടുക്കുന്നതുകൊണ്ടാണ് ക്യാൻസർ വരുന്നത്, മോഡേൺ മെഡിസിൻ മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ടാണ്, കീമോതെറാപ്പി എടുക്കുന്നതുകൊണ്ടാണ് ക്യാൻസർ വരുന്നത് എന്നൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ആൾക്കാർ എന്ത് പറയും? ഇതുപോലൊരു രോഗസാധ്യത കണ്ടാൽ അവര് രോഗം ശരിയായ ചികിത്സ എടുക്കാൻ താമസിക്കുകയും അവരുടെ ആരോഗ്യം തന്നെ അപകടത്തിലാണ്. അങ്ങനെയുള്ള ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ വരുന്നുണ്ട്. അതുപോലെ വ്യാജ വൈദ്യന്മാരുടെ അടുത്ത് പോയി ജീവിതം നശിച്ചുപോയ ആൾക്കാരെ നമ്മൾ ഇൻഡിവിജ്വലി ഡോക്ടേഴ്സ് കാണുന്നുണ്ട്. പക്ഷെ ഈ വിവരമൊന്നും വെളിയിൽ അറിയാത്തതിന്റെ കാര്യം, ഈ രോഗിയുടെ കോൺഫിഡൻഷ്യാലിറ്റി, സ്വകാര്യത കീപ്പ് ചെയ്യുക എന്നുള്ളത് മോഡേൺ മെഡിസിന്റെ ഒരു തത്വമായതുകൊണ്ട് പലപ്പോഴും ഈ വിവരങ്ങളൊന്നും വെളി വരുന്നില്ലെന്നുള്ളൂ. ശരിക്കും ഇഷ്ടംപോലെ സംഗതികൾ ഇന്ന് നടക്കുന്നുണ്ട്. ഇനിയല്ല, പൊതുജനാരോഗ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 2 ഉദാഹരണങ്ങൾ എടുത്താൽ മതി. വാക്സിനേഷൻ ഒന്ന്. കേരളത്തിൽ നമ്മൾ പൊതുജനാരോഗ്യം വളരെ മെച്ചപ്പെട്ടാണെന്ന് അഭിമാനിച്ചുകൊണ്ടിരുന്ന കാര്യം, ആരോഗ്യ സൂചികകൾ മുന്നിൽ നിൽക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതിന് പിന്നിലുള്ള ഒരു സംഗതി ഈ വാക്സിനേഷൻ ആയിരുന്നു. നമ്മുടെ ലിറ്ററസി ഇതൊക്കെ കൊണ്ട് ജനങ്ങൾ വാക്സിനേഷൻ പോലെ ഒരു പ്രക്രിയയെ അംഗീകരിക്കുകയും അത് സാർവജനീയമായി നടപ്പാക്കുകയും ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് പല വാക്സിൻ പ്രിവെന്റബിൾ രോഗങ്ങളും ഇല്ലായിരുന്നത്. എന്നാൽ കുപ്രചരണങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പൊ ഇത് തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ തോത് കുറയുന്നു. ഇപ്പം മലപ്പുറം പോലൊരു ജില്ല കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ, ആന്റി വാക്സിൻ ലോബിയുടെ പ്രവർത്തനങ്ങൾ ശക്തമാകുന്ന കണ്ടപ്പോഴാണ് നമ്മുടെ ഈ ആരോഗ്യ സൂചികളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളം പോലും, ഈ കേരളത്തിലെ ഒരു ജില്ല അല്ലെങ്കിൽ 2 ജില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാക്സിനേഷൻ കുറഞ്ഞ 231 ജില്ലകളുടെ ലിസ്റ്റിൽ പെട്ടത്. അപ്പൊ അതൊരു വിചിത്രമായ അല്ലെങ്കിൽ ഒരു വിരോധാഭാസമാണ്. കേരളം മറ്റു പല കാര്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ ചില ഏരിയകളിൽ അത്രയധികം ഇത് കുറഞ്ഞു പോകുന്നതും അത് ഈ ചില കുപ്രചാരണങ്ങൾ ഫലവത്താകുന്നതിന്റെ കൂടെ ലക്ഷണങ്ങളാണ്.
ഇങ്ങനെ തെറ്റായ വിവരങ്ങൾ ഇന്റർനെറ്റിൽ കൂടെ ഉടലെടുക്കുകയും അത് വാട്സാപ്പും ഇത്തരം പ്രചാരകർ നേരിട്ടും ഒക്കെ പ്രചരിപ്പിക്കുന്നത് മൂലം അത് സമൂഹത്തെ ബാധിക്കുന്ന ലെവലുണ്ട്. ഇപ്പൊ പക്ഷെ ഏറ്റവും ശ്രദ്ധയിൽ ഉള്ള പെടേണ്ട ഒരു കാര്യം അവയവദാനം സംബന്ധിച്ച ഒരു സംഗതിയാണ്. അതായത് മരണശേഷമുള്ള അവയവദാനം ഈ ട്രാഫിക് സിനിമ ഇറങ്ങിയതോടുകൂടി അതൊരു എന്താ പറയുക, ഒരു നോബിൾ ആക്ട്, ഒരു സത്പ്രവൃത്തി എന്നുള്ള നിലയിൽ ജനങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങുകയും ഒത്തിരിയധികം ആൾക്കാർ അവയവദാനത്തിന് തയ്യാറാകുകയും ചെയ്യും. ആക്ച്വലി ഒരു ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. ഒരാള് ബ്രെയിൻ ഡെഡ് ആകുന്നെന്ന് പറയുന്ന സമയത്ത് അയാളുടെ ബന്ധുക്കൾ തീരുമാനം എടുക്കണം. അത് ശകലം പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ നമ്മളുടെ സമൂഹം ആ രീതിയിലേക്ക് പുരോഗമനാത്മകമായി വന്നിരുന്നു. അപ്പോഴാണ് കുറെ ആൾക്കാർ ഒരു സൈഡിൽ നിന്ന് പ്രചരണം തുടങ്ങി. ഈ അവയവദാനം എന്ന് പറയുന്നത് ആൾക്കാരെ കൊന്നിട്ട് വരെ എടുക്കുകയാണ്, അവയവം വിൽക്കുകയാണ്. പക്ഷെ അത് തികച്ചും അസംബന്ധമാണ്. കാരണം മരണശേഷമുള്ള അവയവദാനത്തിന് ഒത്തിരി ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ പാലിച്ച് പല ആൾക്കാർ കൂടിച്ചേർന്നെടുക്കുന്ന തീരുമാനമാണ്. ഏതെങ്കിലും ഒരു ഡോക്ടറോ ഒരു ആശുപത്രിയോ ഒന്നും വിചാരിച്ചാല് അത്തരം ഒരു ക്രയവിക്രയം നടത്താൻ പറ്റത്തില്ല. അത് ജീവനുള്ള ആൾക്കാർ തമ്മിൽ നടത്തുന്ന അവയവദാന പ്രക്രിയയിൽ അത്തരം അഴിമതികൾ നടക്കാറുണ്ട്. പക്ഷെ മരണശേഷമുള്ള ഇത് കാര്യത്തിൽ ഈ പറഞ്ഞ ഇതെല്ലാം തികച്ചും തെറ്റായ തെറ്റിദ്ധാരണകൾ പടർത്താനായിട്ട് കുറെ ആൾക്കാർ ഇറങ്ങിയതിന്റെ ഭാഗമായിട്ട് 2017 തൊട്ട് കുത്തനെ കുറഞ്ഞിരിക്കുകയാണ്. ഈ വർഷം ഏതാണ്ട് 2 മരണാനന്തര അവയവദാന പ്രക്രിയ നടന്നിട്ടുള്ളൂ. ഇതൊക്കെയാണ് ഇങ്ങനെ നമ്മുടെ സമൂഹത്തിന് ഈ തെറ്റായ വിവരങ്ങൾ ഇന്റർനെറ്റിൽ നിന്ന് ഉറവിട്ട് പടർത്തുന്നതിലൂടെ ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് സാങ്കേതികമായി പ്രതിരോധം തീർക്കേണ്ട ആൾക്കാർ അത് പ്രതിരോധിക്കേണ്ടതുണ്ട്. ഇത് പ്രചരിപ്പിക്കാതിരിക്കാൻ ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. അല്ലെ തെറ്റായ വിവരങ്ങൾ, ഞാൻ സമയപരിമിതിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല. ഈ പണ്ടേ ഉള്ളതാണ്. ഇന്നിപ്പോ ഇത് പ്രയോഗിക്കാനായിട്ട് ഇന്റർനെറ്റ് ഒക്കെ നമ്മുടെ മുന്നിൽ വന്നെന്നുള്ളേ ഉള്ളൂ. പഴയകാലം തൊട്ട് ഇതിപ്പോ 1800-കളിൽ പുറത്തിറങ്ങിയ ഒരു സംഗതിയാണ്. വസൂരിക്ക് വാക്സിൻ ഒന്നും അല്ല വേണ്ടത്, അതിന് സാനിറ്റേഷൻ മതി എന്ന് പ്രചരിപ്പിച്ച കാലഘട്ടത്തിൽ ഒരു പോസ്റ്ററാണ്. അപ്പൊ ഇന്ന് നമുക്കറിയാം വസൂരിയെ നമ്മൾ ഭൂമുഖത്തു നിന്ന് തന്നെ ഇല്ലാതാക്കി. ഇപ്പം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങളിലൊന്നാണ് പോളിയോ. ഇപ്പൊ എത്രയോ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ പോളിയോ റിപ്പോർട്ട് ചെയ്തില്ല. ലോകത്ത് തന്നെ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും മാത്രമാണ് പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് എന്റെ ഓർമ്മ നിലവിൽ. അപ്പൊ ഈ പോളിയോ ഒക്കെ അതിന്റെ ഒരു അവസാന ഘട്ടത്തിലെത്തി. അതിനെ നമ്മൾ ഭൂമുഖത്തു നിന്ന് തന്നെ ഇല്ലാതെ ഇപ്പോഴും പക്ഷെ പോളിയോ വാക്സിനെ കുറിച്ച് തെറ്റായ ഓരോ പോളിയോ വാക്സിനേഷൻ ക്യാമ്പയിൻ നടക്കുമ്പോഴും അതിനെതിരെ വ്യാപകമായ ഇത് അഴിച്ചുവിടുന്നുണ്ട് ആൾക്കാർ. കൂടുതൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇതിന് എഗെയിൻസ്റ്റ് ഈ തെറ്റായ ഇൻഫർമേഷൻസും എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം എന്നുള്ള ഇതിലേക്ക് കൂടി കടന്നിട്ട് പെട്ടെന്ന് പറയാം. അതായത് ഒന്ന്, ഈ ഒരു നമുക്ക് ഇന്റർനെറ്റ് പരതുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെയോ ഫോർവേഡ് ചെയ്ത് കിട്ടുന്ന വിവരങ്ങളെ നമ്മൾ എങ്ങനെ സമീപിക്കണമെന്നുള്ളത് ഓരോ മനുഷ്യനും വിവേചനപൂർവ്വം ചിന്തിച്ച് ആലോചിച്ച് ഉറപ്പിച്ച് തീരുമാനമെടുത്താൽ മാത്രമേ ഇതിനെ ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റുള്ളൂ. അപ്പൊ ആധികാരികമായ നമ്മുടെ മുന്നിൽ ഒരു വസ്തുത എത്തപ്പെടുകയാണെങ്കിൽ അത് ആധികാരികമാണോ എന്നറിയാനായിട്ട് ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ അത് ആധികാരികമായ ഉറവിടമാണോ എന്ന് നോക്കുക. അതായത് ഗവൺമെന്റ് സൈറ്റുകൾ, അംഗീകൃത സൈറ്റുകൾ, അല്ലെങ്കിൽ സൈറ്റോ ഒരു ഫേസ്ബുക്ക് പേജോ ഒക്കെ ആണെങ്കിൽ അത് നടത്തുന്ന ആരാണ്, അതിന്റെ പിന്നിലുള്ള ആരാണ്, അവരുടെ പിൻകാല ചരിത്രം എന്താണ്, അവരുടെ ഇപ്പൊ ഒരു ഫേസ്ബുക്ക് പേജ് ആണെങ്കിൽ മുന്നിൽ ഇപ്പൊ ചില പേജൊക്കെ ഉണ്ട്, ചില സത്യങ്ങളൊക്കെ അവിടെ വരും. പക്ഷെ അതിൽ 90% വ്യാജമായ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അവരുടെ മുൻകാല ചരിത്രം നോക്കുക. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണെങ്കിൽ അതിന്റെ അടിയിലോട്ടുള്ള കമന്റുകൾ നോക്കുക. അങ്ങനെ ഒരു ആധികാരികത ഉറപ്പുവരുത്താനുള്ള ശ്രമം നടത്തണം. അതായത് ചിന്തിക്കുക, വിവേചനശേഷിയോടുകൂടി അപഗ്രഥിക്കുക. പിന്നെ ഇതിന് ചില രീതിശാസ്ത്രമൊക്കെ ഉണ്ട്. ഈ തെറ്റായ ഹോക്സുകൾക്കും ഇതിനൊക്കെ ഒരു ശാസ്ത്രമല്ല, ഒരു ഭാഷാ പ്രയോഗമായിട്ട് കൂട്ടിയാൽ മതി. അതായത് ഇത്തരം സാധനങ്ങളൊക്കെ ഒരു എന്താ പറയാ, നേരത്തെ ഈ ഞെട്ടിപ്പിക്കുന്ന തരത്തിലൊക്കെയുള്ള തലക്കെട്ടുകൾ, ശാസ്ത്രം ഇത്രനാൾ നിങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ച ആ സത്യം, അല്ലെങ്കിൽ ഇതൊരിക്കലും വായിക്കാതെ പോരുത്, ആവശ്യത്തിൽ കൂടുതൽ എംഫാറ്റിക് ആകുക, ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതുക, മസ്റ്റ് റീഡ് എന്ന് എഴുതുക, അല്ലെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക എന്നൊക്കെ എഴുതുക, ഇങ്ങനെ പൊലിപ്പിക്കുക. ശാസ്ത്രത്തിന് ഒരിക്കലും സത്യങ്ങൾ വിവരിക്കുന്നതിനിടയ്ക്ക് ആരും ഇങ്ങനെ ചേർക്കാറില്ല. അല്ലെങ്കിൽ ശാസ്ത്രീയമായ കാര്യങ്ങൾ ഒരു പ്രബന്ധമോ ലേഖനമോ പോപ്പുലർ സയൻസ് ആർട്ടിക്കിൾസ് പോലും ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ഇത്തരം ട്രിക്കുകൾ പരീക്ഷിക്കാറില്ല. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോഴാണ് ഇത്തരം ചില
പണികൾ അതിനകത്ത് ചെയ്തു വെക്കേണ്ട ആവശ്യമായിട്ട് വരുന്നത്. പിന്നൊരു സാധനമാണ് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് പ്രചരിപ്പിക്കുന്ന സാധനമാണ് അപ്പീൽ ടു അതോറിറ്റി, അല്ലെങ്കിൽ ഇതുമായിട്ട് വേറെ ആധികാരികതയുള്ള ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇതിന് ആധികാരികത ഉണ്ടെന്ന് സൂചിപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യം. അങ്ങനെയാണ് എല്ലാത്തിലും നാസയും യുനെസ്കോയും പിന്നെ ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയും ഒക്കെ വരുന്നത്. അപ്പം അങ്ങനെ പറയും ഇത് നാസയിലെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ വിവരമാണ്. ഇപ്പൊ ഇതേപോലെയുള്ള സാധനങ്ങൾ കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത് സംശയാലുവാകുകയാണ് വേണ്ടത് കൂടുതൽ. ഇപ്പൊ അടുത്ത കാലത്ത് എനിക്കൊന്ന് ആരോഗ്യരംഗത്ത് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ച ഒരു ഹോക്സ് അല്ലെങ്കിൽ പിന്നെ ഒരു സന്ദേശമായിരുന്നു. മയോ ക്ലിനിക്കിലെ ഡോക്ടർ രതീഷ് മേനോൻ പറയുന്നു എന്നും പറഞ്ഞു വാട്സാപ്പിൽ വന്നത്. എല്ലാവർക്കും തന്നെ കിട്ടിക്കാണും. അതായത് പ്രഷറും ഷുഗറൊന്നുമില്ല, വെള്ളം കുടിച്ചാൽ മതി. അദ്ദേഹം ഒരു സദാനന്ദൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. പുള്ളി വാട്ടർ വർക്സിൽ നിന്ന് കണ്ട് റിട്ടയർ ചെയ്ത ഒരു പോളിടെക്നിക് ഗ്രാജുവേറ്റ് ആണ്. പക്ഷേ മയോ ക്ലിനിക്കിൽ ഇങ്ങനെ ഒരു ഡോക്ടർ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ആരും അന്വേഷിക്കാൻ പോകുന്നില്ല. ഇതങ്ങ് പ്രചരിപ്പിച്ചു വിടുകയാണ്. ഇപ്പൊ നമ്മൾ ചിന്തിക്കുക, അതുപോലെ തന്നെ ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് ആധികാരികത ഉറപ്പുവരുത്തുക. ഇത് രണ്ടും ചെയ്യുക ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. ഭയങ്കര മാരകമായിട്ട് ഇത് വേറൊരു രീതിയിലും ആൾക്കാർ ഫോർവേഡ് ചെയ്യും. അതായത് എന്താ പറയാ, ഇത് ചെയ്തില്ലെങ്കിൽ ഈ കുട്ടിയെ കാണാതായി എന്ന് പറയുമ്പോൾ നമ്മളായിട്ട് ഒരു സഹായം ചെയ്തേക്കാം എന്ന് നമ്മൾ വിചാരിക്കും. അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് ഒരു അനുതാപം ഉണർത്തുന്ന ഒരു സാധനമാണെങ്കിൽ ഇത് ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും പ്രയോജനം, ഇനി പ്രയോജനം കിട്ടിയാലോ, തെറ്റോ ശരിയാണെന്ന് നോക്കേണ്ട, ഒരു പ്രയോജനം കിട്ടിയാലോ എന്ന് വിചാരിച്ച് ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില ലക്ഷണങ്ങൾ കണ്ടാൽ അത് തികച്ചും സംശയാർഹമാണ്. അത് ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക. ആൾക്കാരുടെ ജീവനെ ആരോഗ്യത്തെയൊക്കെ ബാധിക്കാവുന്ന ഉദാഹരണങ്ങൾ പറയണമെന്ന് ഞാൻ വിചാരിച്ചത്. ഇപ്പൊ സമയം കൂടി പോകുന്നെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. സ്ഥിരമായിട്ട് തെറ്റ് പ്രചരിപ്പിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ സംശയത്തോടു കൂടി വീക്ഷിക്കുക. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവര് നമ്മളിൽ നിന്ന് ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് നമ്മുടെ ഒരു വികാരം ഉണർത്തി ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതിനെ വികാരപരമായി സമീപിക്കാതെ ഇത്തരം വിവരങ്ങളെ നമ്മൾ ബുദ്ധിയോടെ വിവേകത്തോടെ സമീപിക്കുകയാണ് വേണ്ടത്. പിന്നെ ഇത് ആധികാരികമാണോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് ആധികാരികതയുള്ള ആൾക്കാരോട് ചോദിക്കാം, അല്ലെങ്കിൽ അത്തരം സൈറ്റുകളോട്, അത്തരം ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാവുന്ന ഉറവിടങ്ങളോട് അന്വേഷിക്കുക. നമുക്ക് പരിചയത്തിലുള്ള ഡോക്ടർമാരോട് ചോദിക്കാം. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഡോക്ടർമാർ ആക്റ്റീവായിട്ടുള്ളവരുണ്ട്, അവരോട് ചോദിക്കാം. നമ്മുടെ പരിചയത്തിലുള്ള ആൾക്കാരോട് ചോദിക്കാം. ഇൻഫോ ക്ലിനിക് എന്ന് പറയുന്നത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇതൊരു മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരുടെ ഒരു കൂട്ടായ്മയാണ്. ഇൻഫോ ക്ലിനിക്ക് ശരിയായ അറിവ് പകരാനും തെറ്റായ ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട തെറ്റായ അറിവുകൾക്ക് കൃത്യമായ വിവരം മറുപടിയൊക്കെ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ഇപ്പൊ നമ്മളോട് ചോദിച്ചാലൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളും ഇത്തരം ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട വസ്തുത അപഗ്രഥനം നടത്തി ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. ഇതൊക്കെ ഞാൻ ഹൈഡ് ചെയ്യണമെന്ന് വിചാരിച്ച സ്ലൈഡുകളാണ്. PDF ആയതുകൊണ്ട് ഇടയ്ക്ക് കയറി വന്നതാണ്. ഇത് നമ്മുടെ പൊതുസമൂഹത്തെ ബാധിക്കുന്നതാണെന്നുള്ള ഒരു കാര്യം. രണ്ടാമത് ഇത് നമ്മുടെ ഓരോ പൗരന്റെയും കടമയാണ്. പ്രത്യേകിച്ചും ഈ തെറ്റായ വിവരങ്ങൾക്ക് ഇത്രയും പ്രചരണ സാധ്യതയും ഒത്തിരി ആൾക്കാർ അതിന് അടിമപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ ശരിക്കും ശാസ്ത്രവൃത്തി അല്ലെങ്കിൽ ശാസ്ത്രാബോധമുള്ള ശാസ്ത്രചര്യ ഉള്ള ആൾക്കാരുടെ കടമയാണ്. അത് ഡോക്ടർമാരുടെ മാത്രം, ഏതാനും ചില ഡോക്ടർമാരുടെ മാത്രം കടമയല്ല, മെഡിക്കൽ രംഗത്തുള്ള കാര്യങ്ങളെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത്. ശാസ്ത്രത്തിന്റെ നേട്ടം കൊണ്ട് മാത്രമാണ് മനുഷ്യരാശി മുമ്പോട്ട് വികസനം ഉണ്ടായിട്ടുള്ളത് ഇന്ന് വരെ, ചരിത്രം നമ്മൾ നോക്കിയാലേ. അപ്പൊ നമ്മളുടെ സമൂഹം എന്ന നിലയിൽ നമ്മളുടെ വളർച്ചയ്ക്ക് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് അശാസ്ത്രീയതയിലേക്കും കപടശാസ്ത്രങ്ങളിലേക്കും പോകാതെ നമ്മൾ ഓരോ പൗരനും അവബോധമുള്ള ആൾക്കാരാകുക എന്നുള്ളത്. പിന്നെ ആദ്യം പറഞ്ഞ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അവിടെ എനിക്ക് പറയാനുള്ളത്, ഒരു ഡോക്ടർക്ക് പകരമാകില്ല ഗൂഗിൾ സെർച്ച്. അതുകൊണ്ട് എപ്പോഴും ഒരു ഡോക്ടറുടെ സെക്കൻഡ് ഒപ്പീനിയൻ തേടുന്നെങ്കിൽ മറ്റൊരു ഡോക്ടറുടെ തേടുന്നതാണ് അഭികാമ്യം. അതുപോലെ തന്നെ ഇതിന്റെ പ്ലസും ഇതൊക്കെ ഉണ്ടെങ്കിലും അവിടെ നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് അൾട്ടിമേറ്റ്ലി അതൊരു ഡോക്ടറെ നേരിട്ട് കണ്ട് ചികിത്സ തേടുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടാകണം. സംശയങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് ചോദിക്കാൻ മടിക്കാതിരിക്കുക. അതേപോലെ തന്നെ ഈ പ്രൊഫഷനിലുള്ളവരും രോഗികളോട് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കാനുള്ള സമയം കണ്ടെത്തി ചെയ്യേണ്ടതാണ്. ഇത് പിന്നെ ഇപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വേറൊരു പ്രതിഭാസമാണ്, കൂടുതൽ വിവരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അതും വലിയൊരു ടോപ്പിക്കാണ്. കാരണം ഇപ്പൊ നിലവിൽ പുതിയ സമൂഹത്തിൽ ആവിർഭവിക്കുന്ന ഒരു കാര്യമാണ് ഓൺലൈൻ വഴിയുള്ള ചികിത്സാ സംവിധാനങ്ങളൊക്കെ. ഓൺലൈനിൽ നമുക്ക് പോയിട്ട് പല സൈറ്റുകളുണ്ട്. ഇപ്പോൾ അത്തരം സർവീസസ് കൊടുക്കുന്ന സൈറ്റുകളുണ്ട്. അതിലൊന്നാണിത്.
അപ്പൊ ഇതിന്റെ ആധികാരികത ഒരു ചോദ്യചിഹ്നമാണ്. ഇത് നമ്മുടെ കുപ്രസിദ്ധനായ മറ്റേ പ്രകൃതി ചികിത്സകനാണ്. ഇദ്ദേഹത്തിന് എന്താണ് യോഗ്യത? ഇദ്ദേഹത്തെ ഈ പ്രസ്തുത സൈറ്റിൽ തന്നെ കാലാകാലങ്ങളിൽ ഇദ്ദേഹത്തിന് 3 ഡിഗ്രി ഉള്ളതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ പുള്ളിയുടെ ഡിഗ്രി അതിനകത്ത് കാണിച്ചത് ആയുർവേദമായിരുന്നു. പിന്നെ അത് ഡിപ്ലോമ ഈ നാച്ചുറോപ്പതിയുടെ, പിന്നെ അത് നാച്ചുറോപ്പതിയുടെ ബാച്ചിലർ ഡിഗ്രി കാണിച്ചു ഒരിക്കൽ. അപ്പൊ ഇതിന്റെ ഓൺലൈൻ ഇത്തരം സൈറ്റുകൾ നമുക്ക് ഗുണം ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൽ ശരിയായ രീതിയിൽ റെഗുലേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടോ എന്ന് അറിയത്തില്ല. പിന്നെ ഓൺലൈനുള്ള രോഗനിർണയം വളരെ സങ്കീർണമാണ്. ശരിക്കും രോഗനിർണയം ഒരു രോഗിയെ കണ്ട് രോഗിയുടെ ശരീരം പരിശോധിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വിവരങ്ങൾ ചോദിച്ചു വേണം രോഗം ശരിയായ രീതിയിൽ പൂർണ്ണതയോടുകൂടി നിർണ്ണയിക്കാൻ. അതിന് പകരം ഓൺലൈനിലൂടെ ഈ രോഗനിർണയവും ചികിത്സയും ഒക്കെ അഡ്വൈസ് പ്രോപ്പർ ഡിഗ്രി ഉള്ള ആൾക്കാർ ചെയ്യുന്ന പോലും അതിനകത്ത് ധാർമ്മികമായും നൈതികമായും നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയിൽ ഇപ്പോഴും പോലും ഇത് അലൗഡഡ് ആണ്, ഓൺലൈൻ സൈറ്റുകൾ വഴിയുള്ള ചികിത്സയൊക്കെ. പക്ഷെ അത് ഒരു നിയമക്കുരുക്ക് ഒരു പ്രശ്നം ഉണ്ടായാലും, ഇപ്പൊ മെഡിക്കോ ലീഗൽ നെഗ്ലിജൻസ് പോലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കോടതിയിൽ നടക്കുന്ന വലിയൊരു ഡിസ്കഷനിലേക്ക് മാറാനുള്ള സാധ്യതയുള്ള സംഗതിയാണ്. അപ്പൊ അതില് എനിക്ക് ഒരു തീരുമാനം പറയാൻ ഞാൻ ആളല്ല. പക്ഷേ സമൂഹം അത് ചർച്ച ചെയ്ത് ഇത്തരം പുതിയ പ്രതിഭാസങ്ങൾ, ഇന്റർനെറ്റ് നമ്മുടെ ഗുണപരമായി എങ്ങനെ ഉപയോഗിക്കാം, ഇതിനകത്ത് ദോഷഫലങ്ങൾ എങ്ങനെ വേർതിരിച്ച് മാറ്റിവെക്കാം എന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യണം. ഇത്തരം കാര്യങ്ങളിൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ധാരണകൾ സമൂഹത്തിനും നിയമവ്യവസ്ഥയ്ക്കും ഒക്കെ ഉണ്ടാകണം. പുതിയ നിയമങ്ങളൊക്കെ ഉണ്ടാകണം. കപട ശാസ്ത്രവും അശാസ്ത്രീയതയും തെറ്റായ വിവരങ്ങളും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമനിർമ്മാണം വരെ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. താങ്ക് യു. ഇപ്പൊ എന്താ സംശയം ചോദിക്കുന്ന സെഷനാണ്. മയോ ക്ലിനിക് എന്താണ്, ശാസ്ത്രീയമാണോ, വിശദീകരണം? അതാണ് ഒരു ചോദ്യം. മയോ ക്ലിനിക്ക് പിന്നെ പ്രശസ്തമായ ഒരു സ്ഥാപനമാണ്. മയോ ക്ലിനിക്കില് ആധികാരികതയുള്ള ഒരു സ്ഥാപനമാണ്. മയോ ക്ലിനിക്കിന്റെ വെബ്സൈറ്റ് ഉണ്ട്, അവിടെ ആധികാരികമായ വിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. ഇത് ആ ആധികാരികത മുതലെടുക്കാൻ വേണ്ടി ഒരാള് മയോ ക്ലിനിക് എന്ന് പറഞ്ഞ പ്രശസ്തമായ പ്രഗത്ഭമായ സ്ഥാപനത്തിന്റെ പേര് ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെയാണ് അടുത്ത കാലത്ത് കേരളത്തിൽ അതിനൊരു പ്രശസ്തി കിട്ടിയത്. ഡോക്ടർ ഗൂഗിളിന് നല്ല വശങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിനാൽ ആധികാരികമായ അറിവും ചികിത്സയും സാധാരണക്കാർക്ക് എത്തിക്കാൻ ഇവിടെ ഗൂഗിൾ വഴി സേവനം ലഭ്യമാണോ, ഇല്ലെങ്കിൽ ഡോക്ടർക്കോ ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മയ്ക്കോ അത്തരം ഒരു സംരംഭം ഇന്റർനെറ്റ് സോഷ്യൽ മീഡിയയിൽ ആലോചിച്ചുകൂടെ? ഇന്റർനെറ്റ് മുഖേനയുള്ള രോഗനിർണയവും ചികിത്സ ഇപ്പോൾ ഓൺലൈനിൽ മരുന്ന് മേടിക്കാനുള്ള പോർട്ടൽസ് ഉണ്ട്. ഓൺലൈനിൽ നമ്മൾ ഡോക്ടറെ കണ്ടതിന്റെ പ്രിസ്ക്രിപ്ഷൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ കൊറിയറായിട്ട് മരുന്ന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. പക്ഷെ അത്തരം സംവിധാനം ഇന്ന് നിലവിലുണ്ട്. അതുപോലെ ഈ ഓൺലൈനിൽ നമ്മൾ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യാനുള്ള സംവിധാനമുള്ള സൈറ്റുകളും ഇന്ന് നിലവിലുണ്ട്. പക്ഷെ അത് 2-3 പ്രശ്നങ്ങളുണ്ട്. ഇതൊരു പുതിയ കാര്യമായതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിലവിൽ ഞാൻ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചപ്പോൾ അറിഞ്ഞത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കോഡ് ഓഫ് എത്തിക്സും റെഗുലേഷൻസും എല്ലാം പാലിക്കുന്നുണ്ടെങ്കിൽ ഓൺലൈനിലൂടെ ആണെങ്കിൽ പോലും ചികിത്സ ആകാം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇതൊരു സങ്കീർണമായ കാര്യമാണ്. കാരണം എന്തെങ്കിലും ഒരു തർക്ക വിഷയം ഉണ്ടായാൽ അവിടെ തലനാരിഴ കീറി പരിശോധിക്കാൻ പോകുന്നൊരു സംഗതിയാണ്. അടുത്ത കാലത്ത് ഒരു വിധി വന്നത് ഒരു ഡോക്ടർ, മുംബൈയിൽ ഒരു ഡോക്ടറും വൈഫും ശിക്ഷിക്കപ്പെട്ടു. അത് അവർ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രോഗി അവർ സ്ഥലത്തില്ലാതിരുന്ന സമയത്ത് ഫോണിലൂടെ ചികിത്സ നിർദ്ദേശിക്കുകയും ആശുപത്രി പോയി കിടക്കാൻ പറയുകയും ചെയ്യും. 2 ദിവസം കഴിഞ്ഞ് ഡോക്ടർ വന്ന സമയത്ത് രോഗി ഗുരുതരാവസ്ഥയിലായി മരിച്ചുവോ മറ്റോ ചെയ്തു. അപ്പൊ അവർ പരാതി കൊടുത്തു. ഡോക്ടർ ഫോണിലൂടെ തന്ന ചികിത്സ മതിയായതായില്ല, ശരിയായതായില്ല എന്ന് പറഞ്ഞു. അത് അസസ് ചെയ്തപ്പോൾ കോടതി പറഞ്ഞ ഫോണിലൂടെയുള്ള ചികിത്സ പോരായിരുന്നു, ഡോക്ടർ നേരിട്ട് കണ്ടില്ല. ഇവിടെ പക്ഷേ ഡോക്ടർ നേരത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന രോഗിയാണ്, ആ സമയത്തില്ലാത്ത കൊണ്ട് മാത്രം ഫോണിലൂടെ ചികിത്സിച്ചതാണ്. അപ്പോൾ അവിടെ ഒരു പ്രതികൂലമായ വിധിയാണ് ഉണ്ടായത്. ഇതേ സാഹചര്യത്തിൽ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഓൺലൈനിൽ ഇതേപോലുള്ള സർവീസസ് ആധികാരികമായി തന്നെ കൊടുക്കുന്നുണ്ട്. അതൊരു നല്ല സംരംഭമാണ്. കാരണം അതിന് പോസിറ്റീവായിട്ടുള്ള വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചികിത്സ തേടാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഉള്ള മെനക്കേട്, അതിനുവേണ്ടി സമയം മാറ്റിവെക്കുക, ചിലപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യുന്ന IT പ്രൊഫഷണൽസ് ഒക്കെയാണ്, സമയം പോലും കിട്ടത്തില്ല. അതിനിടയിൽ കുഞ്ഞു കുഞ്ഞു രോഗങ്ങൾക്കൊക്കെ പ്രത്യേകിച്ചും അത് ആശാസ്യദായകമായിരിക്കും. പക്ഷെ അതിനകത്ത് ഒത്തിരി സങ്കീർണതകളുണ്ട്. ഇങ്ങനെ ഒരു സർവീസ് തുടങ്ങാമെന്ന് പേഴ്സണലി ചോദിച്ചാൽ ഞാൻ അതിന് പേഴ്സണലി ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ്. കാരണം ഒരു രോഗിയെ നമ്മൾ നേരിട്ട് കണ്ട് പരിശോധിച്ച് രോഗിയോട് സംസാരിച്ച് മുഖാമുഖം കാണുന്നതിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലും ഒക്കെ കാര്യമുണ്ട്. അതേപോലെ തന്നെ ഒരു രോഗം നിർണ്ണയിക്കണമെന്നുണ്ടെങ്കിൽ സിംറ്റമാറ്റിക് ആയിട്ട് മാത്രം ഉള്ള ചികിത്സയ്ക്ക് അതിന്റെ പരിമിതിയുണ്ട്.
അത് വെച്ച് മാത്രം ഒരു പൂർണ്ണത നമുക്ക് പറയാൻ പറ്റില്ല. മിസ് ഡയഗ്നോസിസും തെറ്റായ രോഗനിർണയം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഡോക്ടർക്കും പ്രശ്നമുള്ള കാര്യമാണ്, രോഗിക്കും പ്രശ്നമുള്ള ഒരു മേഖലയാണ് അത്. പക്ഷേ ശാസ്ത്ര സമൂഹവും അധികാരികളൊക്കെ ചർച്ച ചെയ്ത് അതിനകത്തൊരു തീരുമാനത്തിൽ എത്തേണ്ടതാണെന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. അതുകൊണ്ട് അത്തരം ഒരു ഞങ്ങളിപ്പോൾ ഒരു തുടങ്ങിയിരിക്കുന്ന ഇന്റർനെറ്റ് കൂട്ടായ്മയായിട്ടുള്ള ഇൻഫോ ക്ലിനിക്കിൽ വരെ ഇൻബോക്സിൽ ഇഷ്ടംപോലെ വ്യക്തിഗതമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് വരാറുണ്ട്. ഓരോരുത്തരുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ, ഇന്ന രോഗമാണ്, എന്താണ് നല്ലത് ചികിത്സ, അല്ലെങ്കിൽ ഏത് ഡോക്ടറുടെ അടുത്ത് പോകണം. പക്ഷെ അത്തരം ഒരു വ്യക്തിഗത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് അതിന് ഉത്തരം കൊടുക്കാറില്ല. അതിനകത്ത് ധാർമ്മികമായിട്ടുള്ള പ്രശ്നമുണ്ട്, നിയമപരമായിട്ടുള്ള വിഷയമുണ്ട്. ഡോക്ടർ വേണ്ട അറിവ്, വേണ്ടതിൽ കൂടുതൽ അറിവ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ ഒരാൾക്ക് മെഡിസിനെ പറ്റി അല്പജ്ഞാനം ഉള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത്. അശാസ്ത്രീയ ചികിത്സ മാറ്റി നിർത്തിയാൽ അപ്പോൾ എവിടെയാണ് ഒരു വ്യക്തിക്ക് വേണ്ട മെഡിക്കൽ അറിവ് നിശ്ചയിക്കുന്നത്? അഥവാ ഒരു സൊസൈറ്റി എപ്പോഴാണ് ഹെൽത്ത് ലിറ്ററേറ്റ് എന്ന് പറയാനാകുക? എത്രത്തോളം അറിവ് വേണമെന്ന്? ഇതൊരു കുഴപ്പം പിടിച്ച ചോദ്യമാണ്. കാരണം അറിവിന് അങ്ങനെ പരിധിയില്ല. അറിയും തോറും ഇപ്പോൾ നമ്മൾ MBBS പഠിച്ചു കഴിഞ്ഞ് ചെയ്യാൻ പോകുന്ന പ്രക്രിയ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിലെ PG കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇത് അറിയുന്ന ആൾക്കാർക്ക് അത് പ്രയോഗിക്കാനുള്ള കാരണം അതിന്റെ കൂടുതൽ ഭവിഷ്യത്തുകളും കൂടുതൽ സങ്കീർണതകളും നമ്മുടെ മുന്നിൽ വെളിവാകുന്ന ഒരു സാഹചര്യമാണ്. ഈ പരിമിത ജ്ഞാനം ഉള്ളതുകൊണ്ടാണ് പലരും കപട ചികിത്സയ്ക്കൊക്കെ പോകുന്നത്. ഇപ്പോഴത്തെ താരമായി നിൽക്കുന്ന കുപ്രസിദ്ധന് ഒരു MBBS ഡിഗ്രി എടുത്ത് എങ്ങനെയാലും ആരെങ്കിലും കൊടുത്താൽ അയാളുടെ കാര്യം പിന്നെ നാട്ടുകാർ നോക്കിക്കോളാം. അയാളുടെ വിശ്വാസ്യത അതോടുകൂടി തകരും. അയാൾക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പം അനുവർത്തിക്കാൻ ബുദ്ധിമുട്ടാകുന്ന സാഹചര്യത്തിലേക്ക് വരും. അറിവില്ലാത്ത ആൾക്കാർക്കൊരു ധൈര്യമുണ്ട്, അല്ലേ? നമുക്കൊരു കാര്യത്തെക്കുറിച്ച് വലിയ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ചാടിക്കയറി എന്തും ചെയ്യും, ഒരു സാഹസികത കാണിക്കും. പക്ഷെ ഒരു പ്രോപ്പർ രീതിശാസ്ത്രം അറിയുന്ന, മെത്തഡോളജി അറിയുന്ന ആൾക്കാർക്ക് അതുപോലെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനൊരു വ്യക്തമായ ഉത്തരം എനിക്ക് തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യം എവിടെ നമ്മൾ അറിവിന്റെ പരിധി നിശ്ചയിക്കുമെന്നുള്ള. പക്ഷെ ഇതിന് അടിസ്ഥാന ശാസ്ത്രം എന്ന് നമ്മൾ പറയുന്ന പോലെ ഈ ശാസ്ത്രത്തിന്റെ ഒരു എന്താ പറയുക, ആൾക്കാര് അവിശ്വസനീയമായ കാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്ര തത്വങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ സ്കെപ്റ്റിക്കായി അല്ലെ സംശയദൃഷ്ടിയോടുകൂടെ അല്ലെ വിമർശനാത്മകതയോടെ സമീപിക്കാനുള്ള ഒരു ശാസ്ത്ര അവബോധവും രീതിയും നമുക്കുണ്ടായാൽ മതി. അങ്ങനെയാണെങ്കിൽ ഒരുവിധം പ്രശ്നം പരിഹരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു, എല്ലാ അറിവുകളും ഇല്ലെങ്കിൽ പോലും. ഫോർവേഡ് ആൻഡ് ഷെയർ കൾച്ചറിൽ നിന്ന് കണ്ടന്റ് ക്രിയേഷൻ കൾച്ചറിലേക്ക് സമൂഹം മാറുന്ന ആധികാരികത ഉറപ്പുവരുത്താൻ സഹായിക്കും എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്നാണ് താങ്കൾ കരുതുന്നത്? ഒരു ഭാവനയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് മറു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഓടിത്തളർന്നുകൊണ്ടിരിക്കുക. യുവമാര് വെറുതെ പറയുന്ന സാധനത്തിന് ഒരു മറുപടി ആധികാരികമായി എഴുതി ഉണ്ടാക്കി വരുമ്പോൾ നമ്മൾ 6 പേരിരുന്ന് 6 മാസം കുത്തിയിരിക്കേണ്ട സ്ഥിതിയാണ് കണ്ടന്റ് ക്രിയേഷനിൽ വരുന്ന ഒരു പ്രശ്നം ഞാൻ പറഞ്ഞത്. പക്ഷെ ആധികാരികമായ വിവരം കൊടുക്കുന്ന രീതിയിൽ അത് ശാസ്ത്രത്തിനെ ലളിതവൽക്കരിച്ച് മലയാളത്തിലാക്കി പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇൻഫോ ക്ലിനിക്ക് പോലുള്ള ഈ പറഞ്ഞ നമ്മുടെ ഫേസ്ബുക്ക് കൂട്ടായ്മ അതാണ് ഉദ്ദേശിക്കുന്നത്. കുറെ ശരിയായ അറിവുകൾ ലളിതമായ രീതിയിൽ സാധാരണക്കാരന് മനസ്സിലാകാവുന്ന രീതിയിൽ പ്രദാനം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ അവിടെയും മറ്റേ ആൾക്കാർ നമ്മുടെ മുന്നേ ഓടിപ്പോയി. ഈ ശാസ്ത്രത്തിന് പരിമിതികളുണ്ട്, നമുക്കത് അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അശാസ്ത്രീയതയ്ക്ക് ഒരു പരിമിതിയില്ല, ഒരു കളി നിയമമില്ല. അവർക്ക് ഗ്രൗണ്ടിനുള്ളിൽ നിന്ന് നിയമം അനുസരിച്ച് കളിക്കണ്ട, അവർക്ക് വെളിയിൽ കൂടെ ഓടിയാൽ മതി, നമ്മൾ പുറകെ ഓടേണ്ടി വരും. അതാണ് അതിനകത്ത് ഒരു പ്രശ്നം വരുന്നത്. ഹൈപ്പർ ടെൻഷൻ ഗുളിക കഴിക്കാൻ മറന്നാൽ സമയം 12 മണിക്കൂർ കഴിഞ്ഞാൽ കഴിക്കരുത്, 12 മണിക്കൂർ കഴിഞ്ഞാൽ കഴിക്കരുതെന്ന് ഇന്റർനെറ്റ് വായിച്ചത് ശരിയാണോ? ഗുളിക കഴിക്കുമ്പോൾ വെള്ളം കഴിക്കാതിരുന്നാൽ കുഴപ്പമുണ്ടോ? ഇത് ഒരു വ്യക്തിഗത ചോദ്യമാണ്, എന്നാലും ഞാൻ പറയാം. ഈ ഗുളിക കഴിക്കുന്ന ഏതെങ്കിലും ഒരു ഗുളിക സ്കിപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും ഇപ്പോൾ 12 മണിക്കൂർ കഴിഞ്ഞാൽ കഴിക്കാൻ പാടില്ല എന്നില്ല. 12 മണിക്കൂർ കഴിഞ്ഞാൽ ആ ഒരു ഡോസ് മിസ് ചെയ്തതിന്റെ പ്രഭാവത്തിന് പകരമാവില്ല എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഹൈപ്പർ ടെൻഷൻ ഗുളികയുടെ കാര്യം വിട്, ഏതെങ്കിലും ഒരു ഗുളിക നമ്മൾ കഴിക്കാതിരുന്ന ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ആ സമയത്തിനുള്ളിൽ ഈ ഗുളിക ചെയ്യേണ്ടിരുന്ന പ്രവൃത്തി ഇനി ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത ഡോസ് കഴിക്കുമ്പോൾ ഇനി കഴിക്കുന്ന ഡോസിന്റെ പ്രഭാവം ശരീരത്തിൽ ഉണ്ടാവുള്ളൂ എന്നേ ഉള്ളൂ. അതുകൊണ്ട് അത് കഴിക്കാതിരിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ അർത്ഥസത്യങ്ങളെയൊക്കെ വേറെ രീതിയിൽ വക്രീകരിച്ച് വരുമ്പോഴാണ് ഇതുപോലൊക്കെ ആയി പോകുന്നത്. അപ്പോ വെള്ളം കുടിക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുളിക കഴിക്കുമ്പോൾ അത്യാവശ്യം വെള്ളം കൂടെ കഴിക്കുന്നതാണ് നല്ല. അല്ലെങ്കിൽ ഗുളിക തൊണ്ടയിൽ തങ്ങാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെ ഗ്യാസ്ട്രൈറ്റിസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഗുളിക കഴിക്കുമ്പം ഡോക്ടർ പ്രത്യേകിച്ച് അളവ് കുറച്ച് വെള്ളം കുടിക്കണം എന്ന് വല്ലതും പറയുന്ന പ്രത്യേക സാഹചര്യങ്ങളിൽ ഒഴിച്ച് ഗുളിക കഴിക്കുമ്പോൾ സാധാരണ കഴിക്കുന്ന പോലെ വെള്ളം കുടിക്കണം ആവശ്യത്തിന്. ചില ഗുളിക കഴിക്കുമ്പം ഗ്യാസ്ട്രൈറ്റിസ്, വയറ്റിൽ എരിച്ചിലുണ്ടായിരിക്കാൻ കുറച്ച് വെള്ളം കൂടുതൽ കുടിച്ചോളൂ എന്നും ഡോക്ടർമാർ പറയാറുണ്ട്. പോളിയോ നിവാരണം ശരി തന്നെ. പിന്നെ പക്ഷെ അതിന്റെ അടിയിൽ എഴുതിയിരിക്കുന്നത്, 1 ബുദ്ധിമാന്ദ്യം, ക്യാൻസർ, അംഗവൈകല്യങ്ങളുമായി ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടുന്നു. ആധുനിക മരുന്നിന്റെയും ഭക്ഷണത്തിന്റെയും സൈഡ് എഫക്റ്റ് ആണ് ഇതെന്ന് അറിയാൻ സാധിച്ചു. ശരിയാണോ?
മരുന്നിന്റെ സൈഡ് എഫക്ട് എന്തുകൊണ്ട് ജനങ്ങളെ അറിയിക്കുന്നില്ല? എക്സാമ്പിൾ, ലേബലിൽ എഴുതുന്നില്ല. വിദേശ രാജ്യങ്ങളിൽ നിരോധിച്ച മോഡേൺ മരുന്ന് എന്തുകൊണ്ട് ഇന്ത്യയിൽ തുടരുന്നു? ഓക്കെ, വിശദമായി ഓരോന്നും മറുപടി പറയേണ്ട ചോദ്യമാണ്. എന്നാലും പക്ഷെ മറുപടി പറയാൻ താല്പര്യമുള്ള വിഷയം ആയതുകൊണ്ട് പറയാം. ഒന്ന്, ക്യാൻസർ സമയമില്ല. ഇവിടെ എത്തിയപ്പോഴാണ് സമയം പോയതായിട്ട് അറിയുന്നത്. അല്ലെ, ഇതാദ്യമേ എടുക്കേണ്ടതായിരുന്നു. ക്യാൻസറും അംഗവൈകല്യങ്ങളൊക്കെ കൂടുന്നെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ശ്രദ്ധയിലും കണക്കിലും എല്ലാം കൂടുതൽ പെടാൻ തുടങ്ങി ഇപ്പൊ തന്നെയാണ്. പണ്ട് കാലത്ത് ക്യാൻസർ ഒന്നും അറിയപ്പെടത്തില്ല. ഒരാൾ പെട്ടെന്നിരിക്കെ ഒരു ദീനം വന്നു മരിച്ചുപോയി, അങ്ങനെ അറിയത്തുള്ളൂ. ഇത് ക്യാൻസർ ആണെന്നൊന്നും ആരും അറിയത്തില്ല. ഇപ്പൊ ഒരു രക്താർബുദത്തിന്റെ ലക്ഷണം എന്താണ്? പനി. ഒരാഴ്ചത്തെ പനിക്ക് ശേഷം ആള് മരിക്കും. ഇങ്ങനെ എത്രയോ പേര് നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് ഏകദേശം 40 വയസ്സിനടുത്തായിരുന്നു. അപ്പൊ അന്ന് മരിച്ചുപോയ ആൾക്കാർ ക്യാൻസർ കൊണ്ടാണെന്നൊന്നും അറിയുന്നില്ലായിരുന്നു. അന്ന് ഈ പറഞ്ഞ ഇതിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഭിന്നശേഷിയുള്ള ആൾക്കാരെ ഒന്നും തിരിച്ചറിഞ്ഞ് അത് കണക്കിൽപ്പെടുത്തി നമ്മളുടെ മുന്നിൽ വരുന്നില്ലായിരുന്നു. ഇന്ന് കണക്കുകളുണ്ട്, കണക്കുകൾ ആൾക്കാർ പ്രചരിപ്പിക്കുന്നുമുണ്ട്. കാരണം ഇത് മോഡേൺ മെഡിസിൻ മരുന്നുകൾ കൊണ്ടാണ്, ഭക്ഷണത്തിന്റെ കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഭക്ഷണത്തിനും അല്ലെങ്കിൽ അതിന്റെ അഡൾട്രേഷനൊക്കെ വിഷയമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതിലുപരി വന്നിട്ടുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതശൈലിയാണ്. ക്യാൻസർ ഉണ്ടാകുന്ന ഏറ്റവും വലിയ 5 കാരണങ്ങൾ ലോകാരോഗ്യ സംഘടന ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ വ്യായാമത്തിന്റെ അഭാവം, ഒബീസിറ്റി, അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഈ മോഡേണൈസേഷൻ ഒക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ ഈ കുപ്രചരണത്തിൽ യാതൊരു അടിസ്ഥാനമില്ല. കാരണം ജീവിത ലൈഫ് സ്പാൻ വർദ്ധിക്കുമ്പോൾ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടും. പണ്ട് കാലത്ത് ആയുർദൈർഘ്യം 40 നിൽക്കുമ്പോൾ അധികം പേർക്ക് ക്യാൻസർ വരുന്നില്ലായിരുന്നു. ഇന്ന് 70-80 എത്തുമ്പോൾ ആയുസിന്റെ അവസാനം ആൾക്കാർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതകൾ കൂടും. പിന്നെ ഈ പറഞ്ഞ ജീവിതശൈലിയിലുള്ള വ്യത്യാസങ്ങൾ കാരണമാകുന്നുണ്ട്. അതേപോലെ മരുന്ന് മാത്രമല്ലേ, റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിക്കുന്നതിനെല്ലാം റിസ്ക് ഉണ്ട്. ക്യാൻസർ പിടിപെടാനായിട്ട് നമ്മൾ ശ്വസിക്കുന്ന വായു റിസ്ക് ഉണ്ട്. എന്ന് വെച്ചിട്ട് ജനിച്ചിട്ട് നമ്മൾ വായു എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ വായു പാക്കറ്റിനകത്താക്കിക്കൊണ്ട് പ്രകൃതിജന്യ വായു എന്ന് പറഞ്ഞ് കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരാനൊന്നും പറ്റില്ലല്ലോ. അതേപോലെ തന്നെ ഈ സൂര്യന്റെ വികിരണങ്ങൾ അടിച്ചാൽ സ്കിൻ ക്യാൻസർ ഉണ്ടാകാം. ഇങ്ങനെ ക്യാൻസർ ഉണ്ടാകാൻ ജീവിക്കുന്നതിന് വലിയ റിസ്ക് ഉള്ള ഏർപ്പാടാണ്. അത് സംശയമില്ലാത്ത കാര്യമാണ്. മരുന്നിന്റെ സൈഡ് ഇഫക്റ്റ് ജനങ്ങളെ അറിയിക്കുന്നില്ലെന്ന് പറയുന്നത് തികച്ചും എന്താ പറയുക, വസ്തുതകൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് ഏറ്റവും മോഡേൺ മെഡിസിന്റെ ഏറ്റവും വലിയ ഒരു നന്മ അല്ലെങ്കിൽ അതിന്റെ ശക്തി എന്ന് പറയുന്നത് ഏറ്റവും സാധാരണക്കാരനായ ആൾക്കാർക്ക് പോലും ഈ പറഞ്ഞ പോലെ ഇന്റർനെറ്റിൽ പരതിയാൽ ഏത് മരുന്നിനെ കുറിച്ചുള്ള വളരെയധികം ഡീറ്റെയിൽസ് കിട്ടുന്ന എന്നുള്ളതാണ്. ഒരു മരുന്നിന്റെ ലേബലിൽ ഉൾപ്പെടുത്താത്ത എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് സ്ഥലമില്ല എന്നുള്ളതാണ്. കാരണം അത്രത്തോളം കാര്യങ്ങൾ കണ്ടെത്തി വെച്ചിരിക്കുന്നതുകൊണ്ട് അതൊരു ലേബലിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റും. ഒരു സാമാന്യ ഇതിൽ കഴിക്കുന്ന മരുന്നിന്റെ അപൂർവമായ കാര്യങ്ങൾ പോലും വലിയ ലിസ്റ്റായിട്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യമുള്ള ഇൻഫർമേഷൻ മാത്രമേ അതിനകത്ത് ഉൾപ്പെടുത്താറുള്ളൂ. ബാക്കിയുള്ള ഇൻഫർമേഷൻ ആർക്കും എപ്പോഴും വിരൽ തുമ്പിൽ പ്രാപ്യമാണ്, ആർക്കും കണ്ടെത്താവുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ നിരോധിച്ച മോഡേൺ മെഡിസിൻ മരുന്നുകൊണ്ട് എന്തുകൊണ്ട് ഇന്ത്യയിൽ തുടരുന്നു? പിന്നെ ഇത് പറയുമ്പോൾ പറയേണ്ട ഒരു കാര്യം, ഈ പ്രഭാവമുള്ള എല്ലാ മരുന്നിനും നമുക്ക് താല്പര്യമില്ലാത്ത പ്രഭാവം ഉണ്ടാകും. അത് മറ്റ് പല ഘടകങ്ങളും ഓരോ മനുഷ്യനും ഓരോ വിഭിന്ന ജീവികളായതുകൊണ്ട് തന്നെ. അപ്പം ചില മരുന്നുകൾക്ക് സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് പറയുന്നത് ചില ഇതര വൈദ്യങ്ങളിലൊക്കെ പറയുന്നത് തികച്ചും തെറ്റായ സംഗതിയാകാനുള്ള സാധ്യതയാണ്. കാരണം അത് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടില്ല. പിന്നെ നിരോധിക്കുന്ന കാര്യം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് വളരെ വിശദമായിട്ട് പറയേണ്ട കാര്യമാണ്. നിരോധനം എന്ന് പറയുന്നത് മരുന്നിന് പ്രഭാവം ഇല്ലാത്തതുകൊണ്ടല്ല പലപ്പോഴും നിരോധിക്കുന്നത്. മരുന്ന് നിരോധിക്കുന്നത് ഗുളികയ്ക്ക് പ്രയോജനം ഇല്ലാഞ്ഞിട്ടല്ല, ഫേസ് 4 ട്രയൽസ്, അതായത് മരുന്ന് പ്രയോഗത്തിൽ വന്നാലും വർഷങ്ങളായാലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനങ്ങൾ നടക്കുന്നതുകൊണ്ട് അപൂർവമായിട്ടുള്ള പല പ്രശ്നങ്ങൾ പോലും ചിലപ്പോൾ കണ്ടുപിടിക്കപ്പെടുമ്പോൾ അതിനേക്കാളും മെച്ചപ്പെട്ട മരുന്നുകൾ ഉള്ള സ്ഥിതിക്ക് അത് പലപ്പോഴും ഉപേക്ഷിക്കുന്നതൊക്കെയാണ് പലപ്പോഴും. അതല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പെട്ടെന്ന് അത് ഗുണമില്ലാത്തതായിരുന്നു, അതിനു മുമ്പ് കഴിച്ചവർക്കെല്ലാം ദോഷമേ വന്നിട്ടുള്ളൂ എന്നുള്ള അർത്ഥത്തിൽ അതിനെ എടുക്കേണ്ട കാര്യമില്ല. അലോപ്പതി മേഖലയിലെ സാമ്പത്തിക ചൂഷണമല്ല അറിവില്ലാത്ത സാധാരണ ജനങ്ങളെ തെറ്റായ ചികിത്സയിലേക്ക് നയിക്കുന്നത്. വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നതിലപ്പുറം ആവുമ്പോൾ ചെറിയ തുകയ്ക്ക് രോഗം മാറും എന്ന് അവർ വിശ്വസിക്കുന്നു. അലോപ്പതി മേഖലയിലെ ഫീസ് വർധന ഉൾപ്പെടെ സാമൂഹ്യ പ്രശ്നത്തിന് കാരണമല്ലേ? തീർച്ചയായിട്ടും ഒരു കാരണം ഇത് സാമ്പത്തിക ചൂഷണവും അല്ലെങ്കിൽ മോഡേൺ സയൻസ് കച്ചവടവൽക്കരിക്കപ്പെടുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം അതിന് കച്ചവട മൂല്യം ഉള്ളതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അതായത് അതിന്റെ ഒരു ഇൻഹറന്റ് ആയിട്ടുള്ള ഗുണമേന്മ കൊണ്ട് സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ്. മറ്റതിന് അത്ര കച്ചവട വിപണന സാധ്യത ഇല്ലാത്തതുകൊണ്ട് അത് ചൂഷണം കുറവേ വരുന്നുള്ളൂ. എന്ന് വെച്ചാലും അവിടെ ഇഷ്ടംപോലെ ചൂഷണം നടക്കുന്നുണ്ട്. ഇതര വൈദ്യത്തിലുള്ള ഏതെങ്കിലും മരുന്ന് നിങ്ങൾ മേടിച്ചാൽ മതി, അതിന്റെ ചികിത്സയ്ക്ക് മരുന്നിനൊന്നും അത്ര ചെലവ് കുറവൊന്നുമല്ല.
അപ്പോ ഇത് പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മൾ ഇതൊരു സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. ഇതൊരു അഴിമതി എന്ന് പറയുന്നത് ഒരു സാമൂഹിക രാഷ്ട്രീയ ഇഷ്യൂ ആണ്. അതിനെ ആ രീതിയിലാണ് ഡീൽ ചെയ്യേണ്ടത്. ജനങ്ങൾക്ക് ശരിയായ ചികിത്സ കുറഞ്ഞ ചെലവിൽ എത്തിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിന്റെയാണ്. അത് വേറൊരു ഇഷ്യൂ ആണ്. അല്ല, സയൻസിന്റെ പ്രശ്നമല്ല, ശാസ്ത്രമല്ല അവിടെ ഉത്തരവാദിയാകുന്നത്. അപ്പം അത് നമ്മളിപ്പോ ചെയ്യുന്ന ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ നിർത്താം. ഉദാഹരണം, ജലവിതരണത്തിൽ സർക്കാർ ഫ്രീ ആയിട്ട് വെള്ളം ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നില്ലെന്ന് വിചാരിക്കുക. ആ സാഹചര്യത്തിൽ എന്ത് പറ്റും? ജനങ്ങൾ കാശ് കൊടുത്ത് വെള്ളം മേടിക്കേണ്ടി വരും. അങ്ങനെ കാശ് കൊടുത്ത് മേടിക്കുന്ന വെള്ളം വിതരണത്തിൽ ഒരാൾ അഴിമതി കാണിക്കുന്നു, അല്ലെ മോശം വെള്ളം കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. അതിപ്പോ വെള്ളത്തിന്റെ കുഴപ്പമാണെന്ന് നമ്മൾ പറയുക എന്ന് പറഞ്ഞ പോലെയാണ്. മോഡേൺ മെഡിസിൻ അല്ലെ സയൻസിന്റെ മരുന്നുകളുടെ പ്രശ്നമല്ല, അത് അതിന്റെ പ്രയോക്താക്കൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിന് പകരം നമ്മൾ അതുകൊണ്ട് കുറഞ്ഞ ചെലവിൽ കിട്ടുന്ന വിഷം മേടിച്ച് കുടിച്ചേക്കാം, അല്ലെങ്കിൽ ചെളിവെള്ളം കുടിച്ചേക്കാം എന്നൊരു ഓപ്ഷനിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. മയോ ക്ലിനിക്കിൽ ഡോക്ടർ രതീഷ് മേനോൻ സദാനന്ദൻ കാവൽപുര എന്ന് പറഞ്ഞ ഒരാളാണ്. ഇപ്പോഴും ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്. പുള്ളിക്ക് ആദ്യത്തെ സംഭവം ഹിറ്റാക്കാൻ പറ്റിയെങ്കിലും പിന്നുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങളൊന്നും അതുപോലെ ഹിറ്റാക്കാൻ പറ്റിയിട്ടില്ല. പുള്ളി ഫേസ്ബുക്കിലുണ്ട് ആള്. പുള്ളി ഒരു റിട്ടയർഡ് പോളിടെക്നിക് ഗ്രാജുവേറ്റ് ആണെന്നാണ് മനസ്സിലാക്കുന്നത് ഏതോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. മരുന്നുകൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനം ഗൂഗിൾ വഴി നോക്കുന്നത് സഹായകരമല്ലേ എന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ നമുക്ക് അറിവില്ലാതിരിക്കും ഇതൊക്കെ വളരെ ലഘുവായിട്ട് തോന്നുമെങ്കിലും ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ തന്നെ നമ്മൾ കയറി നോക്കിയാൽ തന്നെ നമ്മൾ കൺഫ്യൂസ്ഡ് ആകാനും നമുക്ക് അത് വെച്ച് കാര്യങ്ങൾ ഉറപ്പിക്കാനും ഒക്കെ ബുദ്ധിമുട്ട് വരും. ആശാസ്യകരമാണോ എന്ന് ചോദിച്ചാൽ അതിനകത്ത് റിസ്കുകളുണ്ട്. ഒരു ഡോക്ടറുടെ സഹായം തേടുന്നത് തന്നെയാണ് എപ്പോഴും കൂടുതൽ. ഇത് നോക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ അത് എല്ലായ്പ്പോഴും ഗുണകരമായിരിക്കണമെന്നില്ല. നിർത്തട്ടെ. താങ്ക് യു.